അങ്ങനെ ആറാം ഘട്ടത്തിലേക്ക് നമ്മുടെ ഖുർആൻ പരിഭാഷ വായന ആറാം ഘട്ടത്തിലേക്ക് വരികയാണ്. ഈ ആറാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ ആദ്യമേ സൂചിപ്പിക്കാനുള്ളത്, ഖുർആൻ വായന ആദ്യം തന്നെ ചെയ്യുന്നില്ല. ആദ്യം തന്നെ ഖുർആൻ വായന ചെയ്യാത്തതിൻ്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ, സെപ്പറേറ്റ് വീഡിയോസ് ചെയ്യാൻ നിലവിൽ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് ഖുർആൻ വായന എനിക്ക് പറയാനുള്ള ആ ഒരു വീഡിയോ ഓണാക്കുമ്പോൾ എനിക്ക് പറയാനുള്ള കാര്യങ്ങളെന്തോ അത് പറഞ്ഞു കഴിഞ്ഞ് ഞാൻ വായിക്കും. മലയാളം ഖുർആൻ്റെ പരിഭാഷ. അപ്പോൾ അതിൻ്റെ സമയം ഞാൻ മെൻഷൻ ചെയ്യും താഴെ. അപ്പോൾ കേൾക്കേണ്ട ആളുകൾക്ക് അത് കേൾക്കാം. അവിടെ ആ ടൈം സ്റ്റാമ്പ് ക്ലിക്ക് ചെയ്തിട്ട് അവിടുന്ന് മുതൽ കേട്ട് തുടങ്ങാം. പിന്നെ അതേപോലെ ഒരു സുഹൃത്ത് കമൻറ്റ് ചെയ്തിരുന്നു, വീഡിയോ 1.5 കേൾക്കുകയെന്ന് കമൻറ്റ് ചെയ്തിരുന്നു. ഇന്നത്തെ വീഡിയോ ഒരു പക്ഷേ 2 കേട്ടാൽ പോലും ടൈം ലാഗ് ആകാൻ സാധ്യതയുണ്ട്. അതിന് കാരണമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് ചിലപ്പോൾ കുറച്ചധികം ദീർഘിച്ചു പോകാൻ, സാധാരണ ഇതുവരെ ചെയ്ത വീഡിയോകളിലൊക്കെ കൂടുതൽ ദീർഘിച്ചു പോകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതിനൊരു കാരണമുണ്ട്. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, എൻ്റെ സങ്കല്പമായിരുന്ന ദൈവത്തോടുള്ള എൻ്റെ ആവലാതികളാണ്. എൻ്റെ സങ്കല്പമായിരുന്ന എൻ്റെ ദൈവത്തോടുള്ള എൻ്റെ ആവലാതികൾ. ഞാൻ ആ ദൈവത്തോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഒരു എൻ്റേതായ ഒരു ശൈലിയിൽ അവതരിപ്പിക്കാനാണ് നിലവിൽ ഞാൻ കരുതുന്നത്. അത് അങ്ങനെ ഒരു ദൈവത്തോടൊരു ആവലാതി ബോധിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ആ ദൈവം അത് കേൾക്കൊന്നുമില്ലല്ലോ, കാരണം അതില്ല. എന്നാൽ എൻ്റെ ഒരു ആശ്വാസത്തിന് വേണ്ടി എൻ്റെ ഹൃദയത്തിലെ ഭാരം ഞാനൊന്ന് ഇറക്കി വെക്കുന്നു. എന്നെ തേടിയെത്തുന്ന എൻ്റെ കേൾവിക്കാർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് കേൾക്കാം. സത്യത്തിൽ എന്നെ തേടിയെത്തുന്ന കേൾവിക്കാർ എനിക്ക് വല്ലാത്തൊരു അത്ഭുതമാണ് കേട്ടോ. ഇപ്പോഴും 100-ലധികം ആളുകൾ എൻ്റെ മുഖം കണ്ടാൽ ആ വീഡിയോ കാണാൻ വേണ്ടി ഇവിടെ വരുന്നുണ്ട്. അതെനിക്ക് വല്ലാത്തൊരു അത്ഭുതമാണ്. അത് അത്ഭുതം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ചില ആളുകൾക്കുള്ള അത്ഭുതം, എന്നെക്കുറിച്ചുള്ള അത്ഭുതം, എന്ത് വിഡ്ഢിത്താണ് ഈ ചങ്ങായി ചെയ്യുന്നത് എന്നായിരിക്കും. ചിലർക്ക് ഇത് കൊള്ളാലോ, അല്ലെങ്കിൽ ഇയാൾ കൊള്ളാലോ എന്നായിരിക്കും ചിലർക്കുള്ള അത്ഭുതം. എന്നാൽ എനിക്കുള്ള അത്ഭുതം, നിങ്ങൾ എന്നെ നിരന്തരമായി കേൾക്കാൻ ഇവിടെ എത്തുന്ന ആളുകൾ, നിങ്ങളെന്താണ് പ്രതീക്ഷിക്കുന്നത്? നിങ്ങൾ എത്രയധികം ഞാൻ എൻഗേജ് ചെയ്യിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് എത്രയധികം അട്രാക്റ്റീവായ രീതിയിൽ ഞാൻ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടോ എന്നതാണ് എൻ്റെ അത്ഭുതം. നിങ്ങളെന്നെ സംബന്ധിച്ചൊരു അത്ഭുതമാണ്, എന്നെ വീണ്ടും വീണ്ടും കേൾക്കാനെത്തുന്ന ആളുകൾ. അപ്പോൾ ഇന്ന് ഖുർആൻ വായനക്ക് മുമ്പ് ഞാൻ പറയാൻ കരുതുന്ന കാര്യങ്ങളിലേക്ക് നയിച്ച കാര്യം പറഞ്ഞു തരാം. എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് കഴിഞ്ഞ 2 ദിവസമായിട്ട് ഞാനിങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അവനൊരു സ്വഭാവമുണ്ട്, ചില റീലുകൾ ഇങ്ങനെ അയച്ചു തരും, ഇസ്ലാമിൻ്റെ മഹത്വം പറഞ്ഞിട്ടും അള്ളാഹുവിൻ്റെ മഹത്വം പറഞ്ഞിട്ടൊക്കെയുള്ള വീഡിയോസ്. അപ്പോൾ ആദ്യം ഞാൻ എൻഗേജ് ചെയ്യാറില്ലായിരുന്നു. പക്ഷെ പിന്നെ ഞാൻ അവനൊരു സുഹൃത്ത് എന്ന രീതിയിലുള്ള സംസാരത്തിനപ്പുറത്തേക്ക് ഇത് മാത്രം ഷെയർ ചെയ്യുന്നത് കണ്ടപ്പോൾ ഞാൻ ആളോടൊന്ന് എൻഗേജ് ചെയ്തു. ആളോട് ഞാനൊന്ന് സംസാരിച്ചു. അപ്പോൾ സംസാരിച്ച സമയത്ത് ആളുടെ സംസാരം എത്തിപ്പെടുന്നത്, അള്ളാഹു എനിക്ക് ഹിദായത്ത് നൽകാത്തതുകൊണ്ടാണ്, അതായത് നേർമാർഗം എനിക്ക് നൽകാത്തത് കൊണ്ടാണ്, എനിക്കത് ഉദ്ദേശിക്കാത്തതുകൊണ്ടാണ്. അതൊക്കെ ഒരു തൗഫീഖാണ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹമുള്ളവർക്ക് ഈ ഒരു നേരായ മാർഗം, ഇസ്ലാമിൻ്റെ നേരായ മാർഗം കിട്ടുള്ളൂ, മനസ്സിലാവുള്ളൂ എന്നൊക്കെ പറയുന്നത്. എന്നിട്ട് അവൻ പറയാണ്, നിൻ്റെ കൂടെ പഠിച്ച എത്ര കുട്ടികളുണ്ട്, അവരൊക്കെ എപ്പോഴും മൂല്യന്മാരനല്ലേ. നിൻ്റെ കൂടെ പഠിച്ച, നമ്മുടെ കൂടെ പഠിച്ച, അതായത് എൻ്റെയും അവൻ്റെയും കൂടെ പഠിച്ച ഒരു സുഹൃത്തിൻ്റെ പേര് പറഞ്ഞിട്ട്, അവനിപ്പോൾ അവൻ അന്ന് മാഷന്മാർക്ക് ആർക്കും വലിയ വിലയൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് അവന് ഉസ്താദുമാർക്ക് ഭയങ്കര വിലയാണ്, നാട്ടുകാർക്ക് ഭയങ്കര വിലയാണ്, കാരണം ഒന്ന് വലിയ ഉസ്താദാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് സംസാരിച്ചു. അപ്പോൾ ഇവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്ത്, അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിലേ ഇസ്ലാമിനെ മനസ്സിലാകുള്ളൂ, ഇസ്ലാം എന്നുള്ള സംഗതി, അതായത് ആ ഒരു നേരായ വഴി, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാതെ ഉള്ള ആ ഒരു വഴിയിൽ തുടരാൻ കഴിയുള്ളൂ എന്ന്. ഈ സംഗതി തന്നെ പലരും പറഞ്ഞിട്ടുണ്ട്, പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു സംഗതിയാണ്. ഇപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോകളിൽ ഒന്നിൽ മെൻഷൻ ചെയ്ത ഒതുക്കുങ്ങൽ ഇഹ്യാ സുന്നയിലെ അബ്ദുള്ള ഉസ്താദ് പറഞ്ഞതും ഇതേ സംഗതിയാണ് പറഞ്ഞ്.
അതൊക്കെ ഒരു തൗഫീഖാണ്, അതൊക്കെ ഒരു അനുഗ്രഹമാണ്. ആ ഒരു അനുഗ്രഹം ഉള്ളവർക്കേ അത് ആ ഒരു സന്മാർഗം കിട്ടുള്ളൂ. പിന്നെ അതേപോലെ വേറെ അത് പറഞ്ഞാരാ, അങ്ങനെ ചിലരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ സംഭവം. നാട്ടിലൊരു ഉസ്താദ്, അങ്ങനെ കുറേ പേര് ഇത് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഒരു സംഗതി പറയാറുണ്ട്. അപ്പോൾ ഞാൻ ആ സമയത്ത് ഇങ്ങനെ ഓർത്തു പോയതാണ്. ഇതേ സംഗതി ഈ സുഹൃത്ത് പറഞ്ഞപ്പോഴേ ഞാനിന്നിങ്ങനെ ഓർത്തു പോയതാണ്. എന്താണ് ഇവർ പറയുന്നത് എന്ന് ഞാൻ അങ്ങനെ ഓർത്തു പോയി. അപ്പോൾ മനസ്സിലിങ്ങനെ തികട്ടി വന്ന ചില സാധനങ്ങൾ ഞാനിങ്ങനെ ആ ആവലാദികൾ വന്നത് തന്നെ, മനസ്സിൽ തികട്ടി വന്ന ആ ഒരു സംഗതികളൊക്കെ ഒന്നിച്ച് വന്നത് തന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു സങ്കല്പമായ ദൈവത്തിനോടുള്ള ഒരു ആവലാതി രൂപത്തിലാണ് വന്നത്. അപ്പോൾ ഇതാരെയും ബോധിപ്പിക്കാൻ വേണ്ടി പറയല്ല, എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി പറയുന്നതാണ്. ഞാൻ ചെയ്യുന്നതെല്ലാം പൈസക്ക് വേണ്ടിയാണ് എന്ന് വാദിക്കുന്ന ആളുകളോട് പറയാനുള്ളത്, ഞാൻ കാലങ്ങളായിട്ട് ഇപ്പോൾ അധികം റീച്ച് ഉണ്ടാകില്ല എന്ന് എനിക്ക് തോന്നുന്ന പ്ലാറ്റ്ഫോംസിൽ ഞാൻ എഴുതുകയോ അല്ലെങ്കിൽ വീഡിയോ ചെയ്യുകയോ ചെയ്യും. അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് ഞാൻ യൂട്യൂബ് കണ്ടിരുന്നത്. എന്നെ കേൾക്കാൻ ആര് വരാൻ, അതായിരുന്നു എൻ്റെ ഒരു മനോഭാവം. അതാണ് ഞാൻ വീഡിയോ ചെയ്തു തുടങ്ങിയത്. ഇതിന് മുന്നോടിയായിട്ട് ഞാൻ ചെയ്തു തുടങ്ങിയത് എഴുത്തുകളാണ്. ഫേസ്ബുക്കിൽ എൻ്റെ എഴുത്തുകൾ കണ്ട ആളുകളുണ്ടാവും, ഇൻസ്റ്റഗ്രാമിൽ കണ്ടവരുണ്ടാവും. പക്ഷേ ത്രെഡ്സിൽ ഞാൻ എഴുതുന്നത് കണ്ട ആളുകൾ വളരെ ചുരുക്കമായിരിക്കും. ഈ അടുത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ആകെ കൂടെ കണ്ടത് ത്രെഡ്സിലുള്ള എൻ്റെ ഒരേ ഒരു പോസ്റ്റാണ്, കുക്കർ ബോംബ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു അനുഭവം ഞാൻ എഴുതിയിട്ടത്. ഏകദേശം 2 ലക്ഷത്തോളം ആളുകൾ കണ്ടു എന്നാണ് ത്രെഡ്സ് പറയുന്നത്. അതല്ലാതെ ഒന്നും എൻ്റേതായിട്ട് ആരും കണ്ടിട്ടില്ല, വളരെ കുറഞ്ഞ ആളുകളെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതിലൊരുപാട് ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു റീച്ച് അല്ലെങ്കിൽ പൈസ എന്നൊക്കെ ഉള്ള ഉദ്ദേശമായിരുന്നെങ്കിൽ ഇതൊക്കെ ആദ്യമേ എനിക്ക് ആ രീതിയിലുള്ള ഇപ്പോൾ ഫേസ്ബുക്കിൽ ഇപ്പോൾ എൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസൊക്കെ ചോദിക്കുന്നുണ്ട്. ആദ്യമേ അതൊക്കെ എനിക്ക് ചെയ്യാവുന്ന, ഫേസ്ബുക്കിൽ ചെയ്യാവുന്നതാണ്. എന്ത് ഈ പറഞ്ഞ എഴുത്തുകുത്തുകളൊക്കെ കുറേ മുമ്പ് തന്നെ മോണിറ്റൈസ് ചെയ്യാൻ പറ്റുമായിരുന്ന കണ്ടൻറ്റുകളും കാര്യങ്ങളൊക്കെ കയ്യിലുണ്ടായിരുന്നു. നമ്മളതിന്മേക്ക് ഇരിക്കാത്തതുകൊണ്ടാണ്. ആരോടതൊക്കെ പറയുന്നതല്ലേ, ഞാൻ എൻ്റെ സമാധാനത്തിന് വേണ്ടി മാത്രം അങ്ങനെ പറയുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ ഈ വീഡിയോസ് എനിക്ക് കുറേ മുമ്പ് ചെയ്ത് തുടങ്ങാമായിരുന്ന ഒന്നാണ്. ഇതെന്നല്ല, ഒരുപാട് കോണ്ടൻസ് തന്നെ മനസ്സിലുണ്ട്. ഏതായാലും ഇപ്പോഴാണ് ചെയ്ത് തുടങ്ങുന്നത്. അതും ഞാൻ പറഞ്ഞല്ലോ, റീച്ച് പ്രതീക്ഷിച്ച് ചെയ്യുന്നതോ അല്ല. എന്നാൽ ആളുകൾ എന്നെ കേൾക്കാൻ വരുന്നു എന്നറിയുമ്പോൾ എനിക്ക് വല്ലാത്തൊരു അത്ഭുതം തോന്നുന്നുണ്ട്. ഏതായാലും ഒരു ദൈവമുണ്ടെന്നിരിക്കട്ടെ അല്ലേ, ആ ഒരു ദൈവത്തിനോട് എനിക്കെന്താണ് പറയാനുള്ളത് എന്നറിയാം. ആ ദൈവത്തിനോട് എനിക്ക് പറയാനുള്ളത്, അല്ലയോ ദൈവമേ, ഞാൻ ചെറുപ്പം മുതൽ വളർന്നു വന്നത് അത്ര വലിയ ഒരു മതപരമായ സാഹചര്യത്തിലല്ല എന്ന് നിനക്കറിയാം. ഞാൻ ഒരു 2ാം ക്ലാസ്സിന് ശേഷമായിരിക്കും ഒരുപക്ഷെ നിൻ്റെ അറിവിൻ്റെ വക്താക്കളായ ഉസ്താദുമാരുമായി, അള്ളാഹുവിൻ്റെ അറിവിൻ്റെ വക്താക്കളായ ഉസ്താദുമാരുമായി കൂടുതലായിട്ട് ഇടപെട്ട് തുടങ്ങുന്നത്. അതിൻ്റെ സാഹചര്യം നിനക്കറിയാവുന്നതാണ്. ഏകദേശം 4ാം ക്ലാസ് മുതൽ നിൻ്റെ അറിവിൻ്റെ വാഹകരുമായി മാത്രമല്ല, നിൻ്റെ അറിവുകളുമായി തന്നെ ഞാൻ കൂടുതൽ എൻഗേജ്ഡ് ആവാൻ തുടങ്ങിയെന്ന് നിനക്കറിയാം. അതായത് ആ മതത്തിലെ, ഇസ്ലാം എന്ന മതത്തിലെ അവസ്ഥാന്തരങ്ങളെക്കുറിച്ച്, വിഭാഗീയതകളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി തുടങ്ങുന്നുണ്ട് ആ പ്രായം മുതൽ. എന്നിട്ട് ഞാൻ ആ ഒരു സംഗതികളെക്കുറിച്ച് കൂടുതലായിട്ട് ഉസ്താദുമാരിൽ നിന്ന് തന്നെ കേട്ട് പഠിക്കാനൊക്കെ വേണ്ടി ഒരുപാട് സമയം ഞാൻ ചിലവഴിക്കുന്നുണ്ട്. അന്ന് 5ാം ക്ലാസ് പ്രായത്തിലൊക്കെ ഒരുപാട് സമയം എൻ്റെ ഒഴിവ് ദിവസങ്ങളിൽ, സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ എത്ര സമയങ്ങളാണ് ഞാൻ നിൻ്റെ അറിവിൻ്റെ വാഹകരോടൊത്ത് ചിലവഴിച്ചിട്ടുള്ളത്. അതും അറിവിന് വേണ്ടി മാത്രം. എത്രയോ പുസ്തകങ്ങൾ ഞാൻ വായിച്ചു. അതിലെത്രയോ പുസ്തകങ്ങൾ നിന്നെക്കുറിച്ചുള്ളതും നിൻ്റെ പ്രവാചകൻ എന്ന് പറഞ്ഞ് വന്നയാളെക്കുറിച്ചുള്ളതും നിൻ്റെ മതത്തെക്കുറിച്ചുള്ളതുമൊക്കെ ആയിരുന്നു. അതിനുശേഷം എത്രയോ തവണ
ദർസിലേക്ക്, മതപഠന സ്ഥാപനത്തിലേക്ക് പോകാൻ, ഇസ്ലാം പഠിക്കാൻ, കൂടുതൽ ആഴത്തിൽ പഠിക്കാൻ പോകാൻ ഞാൻ ശ്രമിച്ചു. എന്നാൽ എൻ്റെ വീട്ടുകാർ അതിനെ തടഞ്ഞു, തളർത്തി. ചിലർക്ക് അതിന് അനുകൂല മനോഭാവമായിരുന്നെങ്കിലും ചിലരതിനെതിരായിരുന്നു. എന്നാലും ഞാൻ മദ്രസ പഠനം തുടർന്നു. അങ്ങനെ 8ാം ക്ലാസ്സിലെത്തുമ്പോൾ, 7ാം ക്ലാസ് കഴിഞ്ഞു, പ്രിയപ്പെട്ട ഉസ്താദ്, അതുവരെ പഠിപ്പിച്ചിരുന്ന പ്രിയപ്പെട്ട ഉസ്താദ് വിട പറയാണ് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പഠനങ്ങൾക്കെല്ലാം അന്ത്യമായി എന്നൊരു നൈരാശ്യത്തോടു കൂടി മദ്രസയിൽ നിന്ന് പടിയിറങ്ങിയതിന് ശേഷമായിരുന്നു എൻ്റെ ബന്ധുവായ ഒരു ഉസ്താദ് ആ നാട്ടിലേക്ക് വരുന്നതും അവിടെ മദ്രസയിൽ ഉസ്താദായി ചാർജ് എടുക്കുന്നതും. രാവിലെകളിൽ പത്രമിടാൻ പോകുന്ന എന്നെ കണ്ട് എന്നെ വിളിച്ച്, ഇനി നീ വരണം, മദ്രസ പഠനത്തിന് നീ വരണം എന്നെ വിളിക്കുകയും 8ാം ക്ലാസ്സിലേക്ക് വീണ്ടും ജോയിൻ ചെയ്യുകയും ചെയ്തു മദ്രസയിൽ. എനിക്കത് നിരാകരിക്കാവുന്നതല്ലേ ഉള്ളായിരുന്നു. എത്ര പേരുണ്ടായിരുന്നു 7ാം ക്ലാസ് വരെയുള്ള എൻ്റെ കൂടെ? 8ഓളം പേർ ഞങ്ങളുണ്ടായിരുന്നില്ലേ? അതിൽ ആകെ കൂടെ ഞാനും എൻ്റെ ഒരു സുഹൃത്തും, ഞങ്ങളാണ് പിന്നീട് 8ാം ക്ലാസ്സിലേക്ക് വരുന്നത്. അങ്ങനെ മദ്രസ 8ാം ക്ലാസ് ഞങ്ങൾ പഠിച്ചു തുടങ്ങി. ഈ ഒരു സമയത്ത് ഇതിനോടുകൂടെ തന്നെ മതസംഘടനയ്ക്ക് വേണ്ടി എത്ര പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. എത്ര പോസ്റ്ററുകൾ ഒട്ടിക്കാനാണെങ്കിലും, സംഘടനാ പരിപാടികൾക്ക് വേണ്ടി ഓടി നടക്കാനാണെങ്കിലും, ഇല്ലേ, എത്രയോ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടില്ലേ. നിൻ്റെ ഉസ്താദുമാർ എന്ന് പറഞ്ഞാൽ നിൻ്റെ അറിവ് പഠിപ്പിക്കുന്ന ഉസ്താദുമാർ, അവരെ ഞാൻ ധിക്കരിച്ചിട്ടുണ്ടോ ആ കാലയളവിലെന്നെങ്കിലും? അവർ പറഞ്ഞതൊക്കെ കേട്ട് അവരോട് കൂടെ നിന്ന് മതത്തിനു വേണ്ടി ശബ്ദിക്കാൻ വരെ തയ്യാറായി. മതസംഘടനയ്ക്ക് വേണ്ടി, ഞാൻ ജനിച്ചു വളർന്ന പഠിച്ച സംഘടനയ്ക്ക് വേണ്ടി എന്നെക്കൊണ്ടാവും വിധം പലരോടും വിതർക്കങ്ങളിൽ ഞാൻ ഏർപ്പെട്ടു. എല്ലാം നിൻ്റെ തൃപ്തി മാത്രം പ്രതീക്ഷിച്ചു. മക്കാമുകളിൽ പോയിട്ടുണ്ട്. അതായത് മരണപ്പെട്ട് കിടക്കുന്ന മഹാന്മാരുടെ മക്ബറകളിൽ അവരുടെ അടിമയാണ് ഞാനെന്ന് പ്രഖ്യാപിക്കാനോ അവരോട് മാത്രമായ ആവശ്യങ്ങൾ തേടി പ്രാർത്ഥിക്കാനോ അല്ല. എൻ്റെ പ്രാർത്ഥനകൾ നിൻ്റെ പ്രവാചകൻ എന്ന് പറഞ്ഞ് വന്നയാൾ പഠിപ്പിച്ചു, യാത്രയിൽ പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടും. ആ യാത്രകളിലും ഈ മഖാമുകളിലും ഒക്കെ ഞാൻ പ്രാർത്ഥിച്ചത് നിൻ്റെ തൃപ്തി കരസ്ഥമാക്കാനല്ലേ, നിൻ്റെ അറിവ് നേടിയെടുക്കാനും അത് ലോകമാകെ പ്രചരിപ്പിക്കാൻ കഴിയാനും വേണ്ടി അല്ലേ. ഇതൊക്കെ നിൻ്റെ അടുക്കലൊരു വലിയ സ്ഥാനം കിട്ടാൻ വേണ്ടിയല്ലേ. എന്നിട്ട് 9ാം ക്ലാസ്സിൽ വെച്ചിട്ട് ഉപ്പ പറയാണ്, നീ മദ്രസ പഠനം നിർത്തണം, ഇനി മദ്രസയിലേക്കുള്ള ഫീ തരൂല എന്ന് പറയാണ്. ആ സമയത്ത് അന്നത്തെ ഉസ്താദ് പറഞ്ഞു, നീ മദ്രസ പഠിക്കണ്ട, എന്നാൽ ദർസ് കിതാബുകൾ ഞാൻ പഠിപ്പിച്ച് തന്ന് തുടങ്ങാം, നീ അത് പഠിച്ചോ എന്ന് പറയാം. 9ാം ക്ലാസ്സിന് ശേഷം 10ാം ക്ലാസ്സിലെ മദ്രസ പുസ്തകം പഠിക്കുന്നതിന് പകരം ഞാൻ ദർസുകളിൽ പഠിപ്പിക്കുന്ന 10 കിതാബാണ് പഠിച്ചു തുടങ്ങുന്നത്. എനിക്കന്ന് 10ാം ക്ലാസ്സിൽ പഠിക്കാൻ ഒരുപാടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ആ മദ്രസ പാടെ ഒഴിവാക്കാമായിരുന്നു. എന്നാൽ ഞാൻ പാടെ ഒഴിവാക്കിയോ? പിന്നീട് ആ ഒരു 10ാം ക്ലാസ് സമയത്തും അതിന് മുമ്പുള്ള സമയത്തൊക്കെ സ്കൂൾ സമയത്തേക്കാൾ കൂടുതൽ, സ്കൂളിലുള്ള കാര്യങ്ങൾ പഠിക്കാനുള്ള സമയം എടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ അള്ളാഹുവിൻ്റെ, നിൻ്റെ സംഘടനയുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പ്രവർത്തിച്ചത്. നിൻ്റെ അറിവ് കരസ്ഥമാക്കാനായിരുന്നു ഞാൻ ശ്രദ്ധിച്ചത്. +1 +2 കാലഘട്ടത്തിൽ സയൻസാണ് വിഷയം. ഒരുപാട് കാര്യങ്ങൾ അതിൽ പഠിക്കാനുണ്ട്, ഒരുപാട് സമയം അതിനുവേണ്ടി ചിലവഴിക്കാനുണ്ട്. എന്നിട്ട് ഞാൻ കൂടുതൽ സമയം ചിലവഴിച്ചത് നിൻ്റെ പള്ളിയിലായിരുന്നു, നിൻ്റെ അറിവുകൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു.
അങ്ങനെ +2 കഴിഞ്ഞ് ഒരു വർഷം, ആ ഒരു വർഷത്തിനിടയിലാണ് ജീവിതത്തിൽ അതുവരെ രാത്രി പള്ളിയിൽ നിന്ന് മാത്രമായിട്ട് ദീൻ പഠിക്കുക എന്നതിൽ നിന്ന് മാറ്റം വന്ന ഒരു സമയം ആ ഒരു വർഷത്തിലാണ് സംഭവിക്കുന്നത്. ആ വർഷത്തിൻ്റെ അവസാനത്തിൽ രാവിലെ ഫതുഹുൽ മുഈൻ എന്ന കിതാബ് ഒരു ഉസ്താദിൽ നിന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് രാവിലെ മീസാൻ എന്ന് പറയുന്ന അറബി ഗ്രാമർ പഠിക്കാൻ വേണ്ടി, അറബി ഗ്രാമറിൻ്റെ പുസ്തകം പഠിക്കാൻ വേണ്ടി രാവിലെ ഞാൻ ബസ് കയറും. നിൻ്റെ അറിവ് പഠിക്കാൻ നീ ഓഫർ ചെയ്ത, നീ അനുഗ്രഹിച്ച, നീ ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി കൊടുക്കുമെന്ന് പറഞ്ഞ നിൻ്റെ അറിവിൻ്റെ മാർഗത്തിലാണ് ഈ സമയമൊക്കെ ഞാൻ ചിലവഴിക്കുന്നത്. രാവിലെ ഞാൻ ഇറങ്ങുന്നത് മീസാൻ പഠിക്കാൻ. ബസ് കയറി ഒരു നാട്ടിലേക്ക് പോകും. ആ നാട്ടിൽ ഉച്ചവരെ എൻ്റെ ഒരു ഉസ്താദിൻ്റെ അടുക്കൽ നിന്ന് ഞാൻ അറബി ഗ്രാമർ പഠിച്ചു. അതിനുശേഷം ഉച്ചയാകുമ്പോഴേക്ക് ആ ബസ് തിരിച്ച് നാട്ടിലേക്ക് കയറി. ഉച്ചയ്ക്ക് ശേഷവും അസറിന് ശേഷവും ഒക്കെ ഞാൻ മറ്റൊരു പള്ളിയിലാണ്. അവിടെ ഈ ഉച്ചയ്ക്ക് ശേഷമോ ളുഹർ നമസ്കാരത്തിന് ശേഷമോ അസർ നമസ്കാരത്തിന് ശേഷമോ ഞാൻ പിന്നീട് അവിടെയുള്ള ഉസ്താദിൻ്റെ അടുക്കൽ ഫതുഹുൽ മുഈനാണ് പഠിക്കുന്നത്. എൻ്റെ വീട്ടുകാരോട് ഞാൻ എന്താ പറഞ്ഞതെന്ന് നിനക്കറിയാം. എൻ്റെ വീട്ടുകാരോട് ഞാൻ എൻ്റേതായ ജോലികൾക്ക് പോവുകയാണ്, എൻ്റേതായ ചില ആവശ്യങ്ങൾക്ക് പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ പരിപാടികൾ ഞാൻ ഒപ്പിക്കുന്നത്. എന്നിട്ട് പിന്നീട് മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞ് ഞാൻ നാട്ടിലെ പള്ളിയിലേക്കാണ് വരുന്നത്. നാട്ടിലെ അങ്ങാടിയിലെ പള്ളിയിലാണ് ളുഹറും അസറും. അത് കഴിഞ്ഞ് മഗ്‌രിബിന് ഞാൻ എത്തുന്നത്, മഗ്‌രിബ് നമസ്കാരത്തിന് ഞാൻ എത്തുന്നത് എൻ്റെ നാട്ടിലെ പള്ളിയിൽ. അവിടെ എൻ്റെ തൊട്ട് താഴെയുള്ള കുട്ടികൾ അവിടെ 10 കിതാബ് പഠിക്കുന്നുണ്ട്. അവരോട് കൂടെ ചേർന്ന് ഇശാ നമസ്കാരം വരെയും പിന്നെ അവിടെ. എന്നിട്ട് ഇശാ നമസ്കാരത്തിൻ്റെ ഹദ്ദാദ് എന്ന് പറയുന്ന ദിക്റുകളും മറ്റൊക്കെ ഓതി ഇശാ നമസ്കാരവും കഴിഞ്ഞ് ഉസ്താദിനോടല്പം ദീൻപരമായി ഇസ്ലാം സംബന്ധമായ കാര്യങ്ങൾ സംസാരിച്ച് ഏകദേശം ഒരു 9-9:30 കൂടിയിട്ടാണ് ഞാൻ പിന്നീട് വീട്ടിലേക്ക് എത്തുന്നത് രാത്രി. എത്ര സമയമാണ് ഇതിൽ നിൻ്റെ മാർഗത്തിൽ അള്ളാഹു എന്ന നീ പറഞ്ഞ നിൻ്റെ മാർഗത്തിൽ ഞാൻ ചിലവഴിച്ചത്. എത്രയോ മനപ്രയാസങ്ങളുണ്ടായപ്പോഴും മനോവേദനകളുണ്ടായപ്പോഴും നീയായിരുന്നു എനിക്ക് അത്താണി. അത് കഴിഞ്ഞ് പിന്നെ ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ അള്ളാഹുവിൻ്റെ ദീൻ പ്രചരിപ്പിക്കുവാൻ വേണ്ടി ഉള്ള ശ്രമത്തിന്, ഒരു ബിൽഡിങ്ങിന് വേണ്ടി ഞാനടക്കം നാട്ടിലെ ചെറുപ്പക്കാർ നന്നായി എഫേർട്ട് എടുത്തുകൊണ്ട് ചില പരിപാടികൾ സംഘടിപ്പിച്ചു ധനസമാഹരണത്തിന് വേണ്ടിയിട്ട്. എത്ര സമയം വെയിൽ കൊണ്ട് പല നാടുകളിലൂടെ പല വീടുകളിലൂടെ നടന്ന് എത്രത്തോളം പൈസ സമാഹരിച്ചു. എന്തിനു വേണ്ടി? ഒരു 10 പൈസ ഞങ്ങൾക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണോ? ഞങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടിയല്ല അതൊന്നും ചെയ്തത്. എന്നു മാത്രമല്ല, ആ ഒരു സംരംഭത്തിന് രാത്രി പോലും ഇറങ്ങി നടന്നിട്ടുണ്ട്. രാത്രി പോസ്റ്റർ ഒട്ടിക്കാനായിട്ടും മറ്റൊക്കെ. എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തത്? ഒക്കെ നിൻ്റെ തൃപ്തിക്ക് വേണ്ടി ചെയ്തതാണ്. നാട്ടുകാർ നല്ലത് പറയാൻ വേണ്ടിയിട്ടാണോ ഇതൊക്കെ ചെയ്തത്? നാട്ടുകാർ നല്ലത് പറയാൻ വേണ്ടി മാത്രം ചെയ്യുകയാണെങ്കിൽ അതിനൊരു ഘട്ടത്തിൽ മടുപ്പുണ്ടാകൂലേ? എനിക്കറിയില്ല, മടുപ്പുണ്ടാവേണ്ടതാണ്. കാരണം അങ്ങനെ ഒരു നല്ലവനായി അല്ലെങ്കിൽ ഒരു അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിക്കുന്നവനായി അഭിനയിക്കുക എന്നുള്ളത് എത്രത്തോളം പോസിബിളാണ്, എത്രത്തോളം സാധ്യമാണ്? സ്വന്തം അസ്തിത്വത്തിനെ മറച്ചു പിടിച്ചിട്ട് അറിയില്ല. ഏതായാലും നിൻ്റെ മാർഗത്തിൽ ഇത്രയധികം സമയം ചെലവഴിച്ച് ഒടുവിൽ മതപഠനത്തിന് തന്നെ നേരിട്ട് പോകണം എന്നുള്ള താല്പര്യം വന്നു.
അങ്ങനെ പോവുകയാണെങ്കിൽ നീ ഉടനെ തന്നെ പോകണമെന്ന് ഒരു ഉസ്താദ് എന്നോട് പറഞ്ഞു. നീ വേറെ ആരെയും പരിഗണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. നിർബന്ധമായ അറിവ് പഠിക്കുവാൻ വേണ്ടി പോകുമ്പോൾ അതിന് മാതാപിതാക്കൾ അനുസരിക്കൽ നിർബന്ധമൊന്നുമില്ല എന്ന് ഈ ഉസ്താദുമാരിൽ നിന്ന് ചിലരൊക്കെ എന്നോട് പറഞ്ഞു. അതും അവരിൽ നിന്ന് തന്നെ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, നല്ലതിനു വേണ്ടി കളവ് പറയൽ തെറ്റല്ല എന്ന്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടുകാരോട് പറഞ്ഞു എനിക്കൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. അതും ഏതൊരു സിറ്റുവേഷനിലാണ് ഞാൻ പോകുന്നത്. എനിക്ക് ഒരു പ്രൈവറ്റ് കോളേജിൽ ഡിഗ്രിക്ക് ചേരാമായിരുന്ന സമയം ഒരു ട്യൂഷൻ സെൻറ്ററിലെ അധ്യാപകൻ എൻ്റെ PG വരെയുള്ള പഠനത്തിൻ്റെ ചിലവ് അത്രയും നോക്കിക്കൊള്ളാം, ആകെ ഞാൻ അദ്ദേഹത്തിൻ്റെ ട്യൂഷൻ്റെ മേൽനോട്ടം മാത്രം നടത്തിയാൽ മതി എന്നെന്നോട് പറഞ്ഞ സമയം 2 ITIകളിൽ നിന്ന് ഒരു പോളിടെക്നിക്കിൽ നിന്ന് ഒക്കെ സ്പോട്ട് അഡ്മിഷന് എനിക്ക് വിളി വന്ന സമയം, ഈ സമയത്ത് അതിനൊന്നും മുൻതൂക്കം കൊടുക്കാതെ, അങ്ങോട്ട് പോകണോ എന്ന് പോലും ചിന്തിക്കാതെ ഞാൻ അള്ളാഹുവിൻ്റെ ഇൽമ് മതി, അള്ളാഹുവിൻ്റെ അറിവ് മതി, അള്ളാഹുവിൻ്റെ ആ ഒരു അനുഗ്രഹം മതി, ആ ഒരു ബറക്കത്ത് മതി എന്ന് പ്രതീക്ഷിച്ച് എന്തൊക്കെ ചെയ്താലും ദീനിൻ്റെ മാർഗത്തിൽ പോകുമ്പോൾ, മതത്തിൻ്റെ മാർഗത്തിൽ പോകുമ്പോൾ അതിൻ്റേതായ അനുഗ്രഹങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് ഞാൻ ആ ഒരു മാർഗം, മതത്തിൻ്റെ മാർഗമാണ് തിരഞ്ഞെടുക്കുന്നത്. മറ്റു മാർഗങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഞാൻ മതത്തിനെയാണ് എടുക്കുന്നത്. അങ്ങനെ 19ാമത്തെ വയസ്സിൽ ഞാൻ എവിടെയാണുള്ളത്, ഒരു നാട്ടിൽ നിന്നും ദൂരെ, ഞാൻ എവിടേക്കാണ് പോയതെന്ന് വീട്ടുകാർക്ക് മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടി നാട്ടിൽ നിന്ന് ദൂരെയുള്ള ഒരു മതപഠന സ്ഥാപനത്തിൽ എൻ്റെ ഒരു ഉസ്താദിൻ്റെ സഹായത്തോടു കൂടി ചേർന്നിട്ടാണ് ഞാൻ പഠിക്കാൻ ആരംഭിക്കുന്നത്. അങ്ങനെ ഞാൻ അവിടെ 1 വർഷം പഠിച്ചു. എന്നിട്ട് അവിടെ തന്നെ ഉള്ള എൻ്റെ ഒരു ഉസ്താദിൻ്റെ നിർദ്ദേശപ്രകാരം മറ്റൊരു ദർസിലേക്ക് പിന്നീട് മാറാണ്, കൂടുതൽ നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടെയും 1 വർഷം, അവിടെയും പിന്നീട് പ്രിയപ്പെട്ട ഒരു ഉസ്താദിൻ്റെ നിർദ്ദേശപ്രകാരം പിന്നീട് മറ്റൊരിടത്തേക്ക് മാറാണ്. അവിടെയാണ് പിന്നീടുള്ള വർഷങ്ങൾ. ഈ സമയത്തൊക്കെ ഈ അള്ളാഹുവിൻ്റെ അറിവ്, ആ ഒരു അറിവ് മാത്രമാണ് എൻ്റെ പ്രതീക്ഷ. ആ ഒരു അറിവിന് വേണ്ടിയാണ് എൻ്റെ മറ്റ് എല്ലാ അവസരങ്ങളെയും കളഞ്ഞു കുളിച്ച് മറ്റൊരു ജോലികളിലേക്കോ മറ്റു കാര്യങ്ങളിലേക്കോ നോക്കാതെ ഞാൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹം മാത്രം പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എൻ്റെ പഠനങ്ങൾക്ക്, മതപഠനത്തിന് വേണ്ടി ഞാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ സമയങ്ങൾ ചിലവഴിച്ചത് എന്തെങ്കിലും ഒരു വൻപാപമൊന്നുമല്ല, ഒരു ചെറിയ ദോഷമാണ് എന്ന് നീ പഠിപ്പിച്ചതിൽ കാര്യം, അല്ലെങ്കിൽ അള്ളാഹു കാരണമായി ഞാൻ പഠിച്ചത് എന്ന് ഞാൻ കരുതുന്നൊരു കാര്യം ഞാൻ ചെയ്താൽ, ആ തെറ്റായ ഒരു കാര്യം, ചെറിയൊരു തെറ്റ് എന്ന് പഠിപ്പിച്ചൊരു കാര്യം ഞാൻ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ എത്രത്തോളം കണ്ണീരാണ് ഒഴുക്കിയത്, എത്രത്തോളം ബേജാറോടു കൂടിയാണ് ഞാൻ പശ്ചാത്തപിച്ചത്, കണ്ണീരൊഴുക്കിയത്. തസ്ബീഹ നമസ്കാരം എന്ന് പറയുന്ന നമസ്കാരം നമസ്കരിച്ചുകൊണ്ട് സുജൂദിൽ കടന്നുകൊണ്ട് ഞാൻ കരഞ്ഞത് ഈ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി അല്ലെങ്കിൽ പിന്നെ എന്തിനു വേണ്ടിയാണ്, ആർക്ക് വേണ്ടിയാണ്? രാത്രിയുടെ യാമങ്ങളിൽ ആരും കാണാനില്ലാത്തപ്പോൾ തഹജ്ജുദ് എന്ന പ്രത്യേക നമസ്കാരം ഞാൻ നമസ്കരിച്ചത്, രാത്രിയുടെ മറവിൽ തസ്ബീഹ നമസ്കാരം എന്ന നമസ്കാരം ഞാൻ നമസ്കരിച്ചത്, അനേകം സ്വലാത്തുകളും ദിക്റുകളും ചൊല്ലിയത് എന്തിനു വേണ്ടിയാണ്, ആർക്ക് വേണ്ടിയാണ്? ദീനിൻ്റെ കാര്യത്തിൽ ഞാനൊരു മരപ്പാഴായിരുന്നെങ്കിൽ മദ്രസാകാലം മുതലേ ഇമാം നിൽക്കാൻ, ഉസ്താദുമാരില്ലാത്ത സമയത്ത് ഇമാം നിൽക്കാൻ ഉസ്താദുമാർ തന്നെ ഏൽപ്പിച്ചു പോകുമായിരുന്നു. വെള്ളിയാഴ്ച പള്ളിയിൽ മഅ്ശർ വിളിക്കാൻ എന്നെ ഏൽപ്പിക്കുമായിരുന്നു. കൊറോണയുടെ സമയത്ത് നാട്ടിൽ ഖുത്ബ ഓതാൻ എന്നെ ഉസ്താദുമാരെ ഏൽപ്പിക്കുമായിരുന്നു. പള്ളികളിലേക്ക്, ദർസിലേക്ക്, പള്ളിയിലേക്ക് ആൾ വേണം എന്ന് പറഞ്ഞ് ഉസ്താദുമാരെ സമീപിക്കപ്പെടുമ്പോൾ എന്നെ തന്നെ അവർ പറഞ്ഞേക്കുമായിരുന്നു. നാട്ടുകാർക്കിടയിലേക്ക് ചില ഉസ്താദുമാരുടെ പ്രതിനിധിയായി പ്രസംഗിക്കാൻ വേണ്ടി വിളിക്കപ്പെടുമ്പോൾ എന്നെ അവിടേക്ക് പറഞ്ഞേക്കുമായിരുന്നു.
ഇതൊന്നും ഞാൻ ക്ഷണിച്ചതോ ഞാൻ ചോദിച്ചതോ ആയ സന്ദർഭങ്ങളോ അവസരങ്ങളോ അല്ലല്ലോ. ഇത്തരത്തിലുള്ള സംഗതികൾ ആരാധനകളിലും ആചാരങ്ങളിലൊക്കെ മുന്നിൽ നിൽക്കുന്ന സാഹചര്യങ്ങളൊക്കെ വന്നു ചേർന്നു, എന്നിലേക്ക് വന്നു ചേർന്നു. അത് ഞാൻ യോഗ്യനല്ലാത്തത് കൊണ്ടാണോ? ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോഴൊന്നും നാട്ടുകാരെ ചിരിപ്പിക്കുക, ബോധിപ്പിക്കുക എന്നൊരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല എന്ന് യഥാർത്ഥത്തിലൊരു ദൈവമേ നീ ഉണ്ടെങ്കിൽ നിനക്കറിയുമല്ലോ. എന്നിട്ട് ഈ കാര്യങ്ങൾ ഇത്രയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവത്തിനോട് ഞാൻ പറയട്ടെ, ഈ പറയുന്ന അള്ളാഹു ഉണ്ടെങ്കിൽ അള്ളാഹുവിനോട് എനിക്ക് പറയാനുള്ളത്, നീ തന്നെയല്ലേ 23-ാമത്തെ വയസ്സിൽ തഫ്സീർ ജലാലൈനിയുടെ ക്ലാസ്സിലിരിക്കുന്ന സമയത്ത്, തഫ്സീർ ജലാലൈനി ഓതുന്ന സമയത്ത്, സൂറത്തുൽ ഹജ്ജിൻ്റെ അവതരണ വേള പറയുന്ന സമയത്ത്, സൂറത്തുൽ ഹജ്ജിലെ 54-55 ആയത്തുകളുടെ സന്ദർഭം പറയുന്ന സമയത്ത് അവിടെ മുഹമ്മദ് നബിക്ക് അവിടെയുള്ള ജനങ്ങളുടെ എന്തൊക്കെയോ സ്വാധീനം ബാധിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ചിന്ത എന്നിലേക്ക് ഇട്ട് തരുന്നത്, യുക്തിപരമായ ചിന്തയിലൂടെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഏതോ ഒരു തരം പ്രലോഭനങ്ങൾക്ക് വഴങ്ങിക്കൊണ്ട് മറ്റു ദൈവങ്ങളെ മുഹമ്മദ് നബി അംഗീകരിച്ചു എന്നുള്ള ഒരു ചിന്ത എന്നിലേക്ക് ഇട്ട് തന്നത് നീയല്ലേ? അതിനുള്ള അന്നത്തെ അനിഷേധ്യമായ ഒരു ഉദ്ധരണിയാണ്, അനിഷേധ്യമായ രീതിയിൽ പല പണ്ഡിതരാൽ ഉദ്ധരിക്കപ്പെട്ട ഒരു സംഗതിയാണ്. അത് എൻ്റെ ചിന്തയിലേക്ക് കൊണ്ടുവന്നത് ആരാണ്? എല്ലാം ചെയ്യുന്നത് അള്ളാഹു ആണെങ്കിൽ ആ അള്ളാഹു അല്ലേ അത് ചെയ്തത്? ഇത്രയധികം ജീവിതത്തിൽ ഒരുപാട് സമയം ഈ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിച്ചിട്ട്, ഇത്രയധികം സമയം, ഒരുപാട് സമയം ഈ അള്ളാഹുവിന് വേണ്ടി ചിലവഴിച്ചിട്ട് ആ അള്ളാഹു പിന്നെ ഈ ഒരു തഫ്സീർ ജലാലൈനി, ബറക്കത്താക്കപ്പെട്ട ഖുർആനിൻ്റെ ഒരുപാട് പള്ളി ദർസുകളിൽ പഠിപ്പിക്കുന്ന തഫ്സീർ ജലാലൈനിയുടെ ഒരു സന്ദർഭത്തിൽ എൻ്റെ ഈമാനങ്ങോട്ട് ഊരിക്കളയാണ്. എന്നിട്ട് ജിഹാദ് എന്ന് പറയുന്ന സംഗതി, അതുപോലെ മതപരമായുള്ള മറ്റു മതങ്ങളുമായുള്ള കമ്പാരിസൺസ്, താരതമ്യങ്ങൾ എല്ലാം എന്നെ കൊണ്ട് ചിന്തിപ്പിച്ചത് അപ്പോൾ ഇതേ അള്ളാഹു അല്ലേ? ഞാനായിട്ട് എൻ്റെ മാത്രം ഇഷ്ടം കൊണ്ട് ഞാൻ ചിന്തിച്ചു പോവുകയും ഞാൻ വഴിപിഴക്കുകയും ചെയ്തു എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ ജലാലൈനിയുടെ ആ ഒരു സന്ദർഭത്തിൽ എന്ത് സ്വാർത്ഥ താല്പര്യമാണ് ആ ഒരു സമയത്ത്, ദർസിലിരിക്കുന്ന ആ ഒരു സമയത്ത് എന്ത് സ്വാർത്ഥ താല്പര്യമാണ് എന്നെ നയിച്ചത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നീട് 24-ാമത്തെ വയസ്സിൽ നിൽക്കുന്ന സമയത്ത്, 24-ാമത്തെ വയസ്സിലേക്ക് എത്തുമ്പോൾ, 23-ാമത്തെ വയസ്സിൽ ഇതൊരു മനുഷ്യനിർമ്മിതിയാണ് എന്ന തിരിച്ചറിവ് എന്നിലേക്ക് ഉണ്ടാക്കിയത് ആരാണ്? ദൈവത്തിൻ്റെ ആൾക്കാർക്ക് ആരാണെന്നുള്ള ചോദ്യമല്ലേ ഉണ്ടാക്കുക, എങ്ങനെയാണ് ഉണ്ടായതെന്നുള്ളതല്ലല്ലോ. അപ്പോൾ ദൈവത്തിനോട് ചോദിക്കാനുള്ളത്, ആരാണ് എന്നിൽ ആ ഒരു ചിന്ത ഉണ്ടാക്കിയത്? ഒടുവിൽ 23-ാമത്തെ വയസ്സിൽ ഞാൻ മറ്റൊരു കോഴ്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് പിന്നീട് പഠിക്കുന്നത്, ഇതിൽ അധികകാലം ഇനി എനിക്ക് തുടരാൻ കഴിയില്ല എന്ന തിരിച്ചറിവില്ല. എന്നിട്ടും എൻ്റെ സന്ദേഹം കൊണ്ട്, ഇനി എൻ്റെ പ്രശ്നം കൊണ്ടാണെങ്കിലോ എനിക്ക് ഈ വിശ്വാസം മനസ്സിലാകാത്ത, അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു വിശ്വാസം പോയത്, ഈ ഒരു ആരാധനകളിലും ആചാരങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടത് എൻ്റെ കുഴപ്പം കൊണ്ടാണെങ്കിലോ എന്ന് ഞാൻ ചിന്തിച്ചതല്ലേ. എന്നിട്ട് ബീവിയുടെ അടുത്തും ഒരു ബീവിൻ്റെ അടുത്തും ഒരു സൂഫിൻ്റെ അടുത്തൊക്കെ ഞാൻ, അതും സൂഫി എന്ന് പറയുമ്പോൾ ഉലൂമുൽ ഖുർആനിൽ കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പണ്ഡിത കേസരി സൂഫിയാണെന്ന് ശിഷ്യന്മാരാൽ വാഴ്ത്തപ്പെട്ടയാൾ, അദ്ദേഹത്തിൻ്റെ അടുക്കൽ പോയിട്ട് ഞാൻ ഇജാസത്തോടുകൂടി, അദ്ദേഹത്തിൻ്റെ ഇജാസത്തോടു കൂടിയിട്ട് ചില ആയത്തുകൾ വാങ്ങിയതൊക്കെ എന്തിനാ? അത് പിന്നീട് വീണ്ടും പാരായണം ചെയ്തത് എന്തിനാ? എൻ്റെ ഈമാനിനെ നിലനിർത്താൻ വേണ്ടിയിട്ട്. ഇനി യൂസുഫ് നബി അല്ല, മുഹമ്മദ് നബി, സുലൈമാൻ നബി എന്നൊക്കെ പറഞ്ഞ ആൾക്കാരൊക്കെ മഹത്വം, ലുക്മാനുൽ ഹക്കീം എന്നൊക്കെ പറഞ്ഞ ആളുകളുടെ മഹത്വമായി പറയാറുള്ളത്, അവർ ഭൗതികമായ അനുഗ്രഹത്തിനേക്കാൾ കൂടുതൽ അവർ അള്ളാഹുവിൻ്റെ ആഖിറത്തിലെ, പരലോകത്തിലെ അനുഗ്രഹത്തിനെ തിരഞ്ഞെടുത്തു എന്നുള്ളത് അവരുടെ മഹത്വത്തെക്കുറിച്ച് പറയാറുള്ളത്. അതിലൊന്നാമതേ പ്ലസ് ടു കഴിഞ്ഞ ഉടനെ തന്നെ ഞാനത് ചെയ്തിട്ടുണ്ട്. എന്നാൽ വീണ്ടും ഒരിക്കൽ കൂടി ഞാനത് ചെയ്തു. എങ്ങനെ? ഒരിക്കൽ കൂടി ചെയ്തത്, എൻ്റെ മുമ്പിലുള്ള ഓപ്ഷൻസ്, ഒന്ന് ഉസ്താദ് ദർസ് മാറാണ്, ഉസ്താദിൻ്റെ കൂടെ പോകണം എന്നുള്ളത്. മറ്റൊന്ന്, എനിക്കൊരു ജോലി കിട്ടിയിട്ടുണ്ട്, ആ ജോലി കിട്ടിയതിനോട് കൂടെ പോവുക, ആ ജോലി ചെയ്യുക.
ആ ഒരു മാർഗത്തിലേക്ക് പോവുക. എന്നാൽ എൻ്റെ മനസ്സ് മന്ത്രിച്ചത് അല്ല, ഒന്നും കൂടി നോക്കാം, അഥവാ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളാണെങ്കിൽ ആ പരീക്ഷണങ്ങളില്ലാതെ ആവട്ടെ, എൻ്റെ ഈമാൻ തിരിച്ചു വരട്ടെ എന്ന് കരുതിക്കൊണ്ട് ഞാൻ എൻ്റെ ഉസ്താദിനെ വീണ്ടും അനുസരിക്കുകയാണ്. ഞാൻ ഉസ്താദിൻ്റെ കൂടെ ഉസ്താദ് മാറുന്ന ദർസിലേക്ക് പോവാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് കരിയറിലെ എൻ്റെ തുടക്കത്തിനെയും തുടർന്നുള്ള കാരണമായി എനിക്ക് ലഭിക്കാമായിരുന്ന ഉയർച്ചകളെയും ശമ്പളത്തിനെയൊക്കെ ഉപേക്ഷിച്ചിട്ട് വീണ്ടും ഇതേ മതത്തിൻ്റെ മാർഗത്തിലേക്ക് ഞാൻ പോവാണ്. ഇത്രയൊക്കെ ഞാൻ ചെയ്തിട്ടും എൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരുപാട് സമ്മർദ്ദങ്ങളുണ്ടായിട്ട് ആ സമ്മർദ്ദങ്ങളൊക്കെ അതിജീവിച്ചാണ് ഈ കണ്ട വർഷങ്ങളൊക്കെയും ഞാൻ മതത്തിന് വേണ്ടി നിലകൊള്ളുന്നത്. എന്നിട്ടും എന്തേ നിൻ്റെ മനസ്സറിയാത്തതെന്നാണ് എൻ്റെ ചോദ്യം. എന്നിട്ടും മനസ്സലിഞ്ഞില്ല. എന്നിട്ട് 24 ഞാൻ എവിടെ പോവാണ്? ഞാൻ വീണ്ടും ദർസിലേക്ക് പോവുകയാണ്. എൻ്റെ ജീവിതം തുലച്ച്, എൻ്റെ ജീവിതത്തിൻ്റെ ഒരു നിർണായക ഘട്ടത്തിൽ വീണ്ടും ഞാൻ ഇസ്ലാമിനെ, ദീനിനെ തിരഞ്ഞെടുത്തു. വീണ്ടും ഞാൻ ഒരു വർഷക്കാലം അവിടെ നിൽക്കുകയാണ്. ആ ഒരു വർഷക്കാലം അവിടെ നിന്നിട്ടും എൻ്റെ ഈമാൻ പിഴച്ചു പോകുകയെന്നല്ലാതെ, ഈമാൻ ഇല്ലാതാവുകയാണെന്നല്ലാതെ അതിനപ്പുറത്തേക്ക് എൻ്റെ ഈമാൻ തിരിച്ചു വന്നില്ല. അതിലൊരു മാറ്റം പിന്നെ ഉണ്ടായിട്ടില്ല. എന്നിട്ട് പിന്നെയാണ് 25-ാമത്തെ വയസ്സിൽ ഉസ്താദിനെ ഒരുവിധം സമ്മതിപ്പിച്ച് ഞാൻ പള്ളി ദർസിൻ്റെ പടി ഇറങ്ങുന്നത്. ഇവിടെയൊന്നും ഉസ്താദിൻ്റെ ശാപം എന്നൊരു സംഗതിക്ക് ഏൽക്കാൻ മാത്രം ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. വിശ്വാസം നഷ്ടമായ നാളുകളിൽ, അതിൻ്റെ അവസാന നാളുകളിലൊന്നും 24 കഴിഞ്ഞ് 25-ൻ്റെ അവസാനത്തിലേക്ക് എത്തുന്ന സമയത്ത് ആകെ കൂടെ ഉസ്താദിനെതിരെ ഉയർത്തിയൊരു പ്രതിഷേധ സ്വരം ഉണ്ടാവും. അതുപോലെ തന്നെ ഉസ്താദിൻ്റെ മാനസിക പീഡനങ്ങൾ സഹിക്കവയ്യാതെ, ഉസ്താദിൻ്റെ മാനസിക പീഡനങ്ങൾ ഇതാ ഉസ്താദ് കേൾക്കുന്നുണ്ടെങ്കിൽ ആ ഉസ്താദിന് മനസ്സിലാവും. അത് ഉസ്താദിനോട് ഞാൻ കത്തിലൂടെ നേരിട്ട് പറയാൻ ത്രാണിയില്ലാഞ്ഞിട്ട് ഉസ്താദിനെ എന്നിൽ ഏൽപ്പിക്കുന്ന മാനസിക പീഡനത്തിനെ കുറിച്ച് ഞാൻ എഴുതി ഉസ്താദിനെ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ മാറി നിന്ന ഏതാനും ദിവസങ്ങൾ, അതുപോലെ പ്രതിഷേധം കൊണ്ട് അന്ന് എനിക്ക് വിശ്വാസമുണ്ട്. വിശ്വാസമുള്ള സമയത്താണ് അത് ചെയ്യുന്നത്. വിശ്വാസമില്ലാത്ത സമയത്ത് ഞാൻ നല്ല പോലെ പ്രതിഷേധിച്ചിട്ട് ഉസ്താദിനെതിരെ ശബ്ദമുയർത്തിയിട്ടുണ്ട് ഒരൊറ്റ തവണ. അത് എന്ന് 25-ാമത്തെ വയസ്സാകുന്ന സമയത്ത്. എന്നാൽ ദർസ് പഠനം അതോട് കൂടിയിട്ട് ഞാൻ അവസാനിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഉസ്താദിനോട് നേരിട്ട് ഞാൻ ഇത്തരത്തിലൊന്നും ചെയ്തിട്ടില്ല. ഉസ്താദിനെ ഒരുവിധം സമ്മതിപ്പിച്ചിട്ടാണ്, ഉസ്താദിനെ ധിക്കരിച്ചിട്ടല്ല, സമ്മതിപ്പിച്ചിട്ടാണ് ഞാൻ ദർസിൽ നിന്ന് ഇറങ്ങിപ്പോരുന്നത്. ഈ 25 വയസ്സ് വരെയുള്ള കാലയളവിൽ ദീനിനു വേണ്ടി ഞാൻ സഹിച്ചതും ചെയ്തതും ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയതുമായ എത്രയോ കാര്യങ്ങൾ, ഞാൻ അനുഭവിച്ച സമ്മർദ്ദങ്ങൾ, എനിക്ക് ലഭിക്കുമായിരുന്നൊരു ജീവിതത്തെ, ഒരു നല്ല ജീവിതത്തെ ഞാൻ വലിച്ചെറിഞ്ഞിട്ടാണ് ഈ ഒരു മാർഗത്തിനെ തന്നെ തിരഞ്ഞെടുക്കുന്നത്. എന്നിട്ടും പരീക്ഷിച്ചിട്ട് മതിയായില്ലേ ഈ ദൈവത്തിന്? എന്നിട്ടും പരീക്ഷിച്ചിട്ട് മതിയാകാത്ത ഒരു അമ്മക്കിളിക്ക് തൻ്റെ മക്കളോടുള്ളതിനേക്കാൾ കാരുണ്യമാണ് സ്വന്തം സൃഷ്ടികളോട്, അടിമകളോട് അള്ളാഹുവിന്. ഇത് വല്ലാത്തൊരു കരുണയാണ്. ഇത്രയധികം 25 വയസ്സ് വരെ എന്ന് പറയുമ്പോൾ എൻ്റെ ഏകദേശം 4-ാം ക്ലാസ് പ്രായം മുതൽ 25 വയസ്സ് വരെയുള്ള ജീവിതത്തിനിടയിൽ ഞാൻ ദീനിനായി ചെയ്തതിനൊന്നും പുല്ലിൻ്റെ വില പോലും ഇല്ലെങ്കിൽ എന്ത് കരുണയാണ് ഈ പടച്ചവനുള്ളത്, എന്ത് കരുണയാണ് ഈ ദൈവത്തിനുള്ളത്. എന്നിട്ടും എന്നെ നരകത്തിൻ്റെ വിറകുകൊള്ളിയാക്കി പ്രതിഷ്ഠിച്ചുവെങ്കിൽ അങ്ങനെ ഒരു ദൈവമില്ല. അത്ര വലിയ കാരുണ്യവാനാണെങ്കിൽ എൻ്റെ വ്യതകളെ അറിയുന്നവനാകുമായിരുന്നു, ഞാൻ ചെയ്ത കാര്യങ്ങൾ അറിയുന്നവനാകുമായിരുന്നു. അതിനനുസരിച്ച് ഈ മാർഗത്തിൽ നിന്ന്, ആ ഒരു ദീനിൻ്റെ മാർഗത്തിൽ നിന്ന് എന്നെ വ്യതിചലിപ്പിക്കുകയില്ലായിരുന്നു. എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഞാനതിൻ്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുകയാണ്. അത്രമാത്രം അർപ്പിച്ചുകൊണ്ട് ഞാൻ അതിലേക്ക് ഇറങ്ങിയിട്ട് ഞാൻ അതിൽ നിന്ന് വ്യതിചലിച്ചു. ഇതിൽ നിൽക്കുന്നവരാരാണ്? നിൽക്കുന്ന ആളുകളായി ഞാൻ അറിയുന്ന ആളുകൾ ആരാണ്? ഒരു അള്ളാഹു ഉണ്ടെങ്കിൽ അള്ളാഹുവിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, താൻ തോന്നിത്തരത്തിൻ്റെ അങ്ങേ തല ചെയ്തു കൂട്ടിയ ആളുകളല്ലേ ഇന്ന് വെള്ളക്കുപ്പായിട്ട് നടക്കുന്ന ഒരുപാട് പേർ, ഞാൻ അറിയുന്നവർ, എൻ്റെ കൺമുമ്പിൽ വന്നവർ, സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ലൂപ്പ് ഹോളുകൾ ഉണ്ടാക്കി നോക്കി ഇസ്ലാമിനെ യൂസ് ചെയ്യുന്ന ആളുകളില്ലേ? നീ ഹറാമെന്ന് വിധി എഴുതിയ ഗുതഭോഗം ചെയ്തവർ, നീ ഹറാമെന്ന് വിധി എഴുതിയ
അല്ലെങ്കിൽ നീ ഹറാമാക്കിയ തുടഭോഗം, ഒരാണിൻ്റെ തുടയിൽ മറ്റവൻ്റെ ലിംഗം കൊണ്ട് ചെയ്യുന്ന കാര്യം ചെയ്തവർ ഇന്ന് വെള്ളക്കുപ്പായിട്ട് നടക്കുന്നില്ലേ? എത്രയോ ജനങ്ങളുടെ ഹക്ക് മനസ്സിലാക്കാതെ, ഹക്ക് നോക്കാതെ കാര്യങ്ങൾ ചെയ്തു കൂട്ടിയ ആളുകളില്ലേ? സ്വന്തം കൂടെ പഠിച്ചവൻ്റെ തന്തക്ക് വിളിക്കാൻ ഒരു മടിയുമില്ലാതിരുന്ന മനുഷ്യരില്ലേ? ആ കാലത്ത് മാന്യതയില്ലാത്തൊരു വാക്ക് ഞാൻ പ്രയോഗിച്ചിട്ടുണ്ടോ? എന്നിട്ട് തന്തക്ക് വിളിക്കാൻ പോലും മടിയില്ലാത്തവനും സ്വന്തം വേദവും ഉസ്താദുമാരൊക്കെ പഠിപ്പിച്ച പരിപാടികളിൽ ഹറാമെന്ന് പഠിപ്പിച്ച പരിപാടികൾ ചെയ്തു കൂട്ടിയവരും ഇന്നും വെള്ളക്കുപ്പായത്തിലുണ്ട്. അതിൻ്റെ കൂടെ പഠിച്ച എല്ലാവരും അങ്ങനെയെന്നല്ല കേട്ടോ പറയുന്നത്. അതേപോലെ വെള്ളക്കുപ്പായം ഇട്ട് നടക്കുന്ന നിഷ്കുകളുണ്ട്, നിഷ്കളങ്കരുണ്ട്. അവരിൽ എത്ര പേർക്ക് എൻ്റെ ചിന്തകൾ അറിയാം? ആർക്കും അറിയില്ല. എൻ്റെ ചിന്തകളും എൻ്റെ ചിന്ത പോയ വഴിയും ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളും അവരിൽ മിക്കവർക്കും അറിയില്ല. ഞാൻ ഇത്രമാത്രം ഒരു അപരാധി ആയിരുന്നെങ്കിൽ, അത്രമാത്രം വലിയൊരു മഹാഭാവി ആയിരുന്നെങ്കിൽ, ഇന്നും നിൻ്റെ സൂഫി മാർഗത്തിലുള്ള ഒരു മഹാൻ എന്നോട് ഈ അടുത്തുകൂടി പറഞ്ഞത്, എന്നെ കേട്ട, എന്നെ വായിച്ച അയാൾ പറഞ്ഞത്, യു ആർ ഇന്നസെൻറ്റ്, നീ നിഷ്കളങ്കനാണ് എന്ന് പറഞ്ഞു. എന്നെ പഠിപ്പിച്ച, എനിക്ക് വർഷങ്ങൾ കിതാബോധി തന്ന ഉസ്താദ് എന്നോട് പറഞ്ഞത്, നീ സത്യസന്ധനാണ്, ആ സത്യസന്ധത കൊണ്ടാണ് നീ ഇവിടെ എത്തിയത്, നീ വീണ്ടും തുടർന്ന് പഠിക്കുക. സത്യസന്ധനാണ് എന്നാണ് ആ ഉസ്താദിനെ എന്നെ കുറിച്ച് പറയാനുള്ളത്. നിഷ്കളങ്കനാണ് എന്നാണ് മറ്റൊരു സൂഫി ധാരയിലുള്ള ഒരുത്തന്നെ എന്നെ കുറിച്ച് പറയാനുള്ളത്. അവരെല്ലാം കണ്ട ഒരു റഹ്സ്യാനിൽ നിന്ന് നീ എന്നെ കണ്ടിട്ടുണ്ടാവുക. ആ ഒരു ദൈവമുണ്ടെങ്കിൽ, എല്ലാം അറിയുന്ന ദൈവമുണ്ടെങ്കിൽ അയാൾ എന്നെ കണ്ടിട്ടുണ്ടാവുക. അവരെല്ലാം കാണാത്തൊരു ഞാൻ എവിടെ മാത്രമാണുള്ളത്? ഒരു കുളിമുറി വാതിലിനപ്പുറം മാത്രമല്ലേ? ആ കുളിമുറിക്കുള്ളിൽ നിന്നും ഞാൻ ചെയ്ത കാര്യമാണോ നിന്നെ പ്രകോപിപ്പിച്ചത്? അങ്ങനെയാണെങ്കിൽ വിശ്വാസിയായിരുന്ന സമയത്ത് കുളിമുറിക്കുള്ളിലെ കുൽസിതം എത്ര കണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട് ദൈവമേ. ദൈവത്തോട് ചോദിക്കാനുള്ളത്, നിന്നെ പേടിച്ച് ഞാൻ എത്ര പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. ആകെ ചെയ്തതിൻ്റെ പേരിൽ കണ്ണീരൊഴുക്കി ഞാൻ എത്രത്തോളം ഞാൻ നിന്നോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, എത്രത്തോളം ഞാൻ നിന്നോട് പശ്ചാത്തപിച്ചിട്ടുണ്ട്. എന്നിട്ടും നിൻ്റെ മനസ്സലിഞ്ഞില്ലെന്നാണോ പറയുന്നത്? ആ ഒരു ഞാനല്ലാതെ ഉള്ള ഞാൻ എല്ലായിടത്തും അതേ ഞാൻ തന്നെയാണ്. അതിനപ്പുറത്തേക്ക് അതിൽ വലിയൊരു മാറ്റമൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഒരിടത്തുള്ള റഹ്സ്യാനൊന്ന് വേറൊരിടത്തുള്ള റഹ്സ്യാനൊന്ന് എന്ന രീതിയിലൊന്നുമില്ല. എല്ലായിടത്തും റഹ്സ്യാൻ ഒരേ റഹ്സ്യാൻ തന്നെയാണ്. എല്ലാവർക്കും കാണുന്ന റഹ്സ്യാൻ ഒരേ റഹ്സ്യാൻ തന്നെയാണ്. എന്നിട്ടും ഇത്രയും കാര്യങ്ങളും കാലങ്ങളും ഒക്കെ ഉണ്ടായിട്ട് എന്നെ നരകത്തിലേക്ക് വിറകായി സെലക്ട് ചെയ്യുകയും, എന്നാൽ തോന്നിയതൊക്കെയും ഈ കാലഘട്ടത്തിൽ ചെയ്ത് കൂട്ടിയ, ദീനിൻ്റെ മാർഗത്തിലായിക്കൊണ്ട് വെള്ളക്കുപ്പായമിട്ടവരും അതല്ലാതെ ദീനിൻ്റെ മാർഗത്തിലായിക്കൊണ്ട് ഷഹാദത്ത് എന്നൊരൊറ്റ ബലത്തിൽ മാത്രം നടന്ന് തോന്നിയതൊക്കെയും കാട്ടിക്കുട്ടിയവനും, കള്ള് രുചിച്ചവനും, ലഹരിക്കടിമപ്പെട്ടവനും, പെണ്ണ് പിടിച്ചവനും, സ്വന്തം ജൂനിയറായ കുട്ടികളെ ലൈംഗികമായി ഉപയോഗിച്ചവനും, സ്വന്തം കൂട്ടുകാരുടെ ഹക്ക് നോക്കാതെ പ്രവർത്തിച്ചവരും എല്ലാം ഇന്നും അതേ വെള്ളക്കുപ്പായത്തിലും അതേ സന്മാർഗത്തിൻ്റെ ലേബലിലുമുണ്ട്. എവിടെയാണ് ദൈവമേ നിൻ്റെ കാരുണ്യം? എവിടെയാണ് നിൻ്റെ കാരുണ്യം? ഇങ്ങനെയുള്ളൊരു ദൈവത്തോട് എനിക്ക് പറയാനുള്ളത്, നീ വെറും സങ്കല്പം മാത്രമാണ് എന്ന്. അങ്ങനൊരു ദൈവത്തോട് പറയാനുള്ളത് അത് മാത്രമാണ്. ഇവിടെ മതങ്ങൾ പഠിപ്പിച്ചതായ ദൈവങ്ങളൊക്കെയും സങ്കല്പം മാത്രമാണ്, എൻ്റെ ബോധ്യമാണ്. അതല്ലാതെ ഒരു വിവേകമുള്ളൊരു ശക്തി ഈ ഒരു മഹാപ്രപഞ്ചമാകുന്ന അണ്ടകടാഹത്തെ നിയന്ത്രിക്കുന്നുണ്ടോ എന്നുള്ളത് എന്നെ സംബന്ധിച്ച് അറിവില്ലാത്ത കാര്യമാണ്.
അതല്ലാതെ ഒരു സർവജ്ഞാനിയും സർവവും നിയന്ത്രിക്കുന്നവനുമായ ഒരു ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും കാലം ഞാൻ 23 വയസ്സ് വരെ ഞാൻ പ്രാർത്ഥിച്ചതും ഞാൻ ചെയ്തതും എൻ്റെ മനസ്സിലെ എൻ്റെ ഉദ്ദേശവും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ, അല്ലെങ്കിൽ അതനുസരിച്ച് എന്നെ ആക്കേണ്ട സ്ഥലത്ത് ആക്കിയിട്ടില്ല എങ്കിൽ എന്ത് കരുണയാണ് അയാൾക്കുള്ളത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്ത് കരുണയാണ് അയാൾക്കുള്ളത്? ഒരു കരുണയില്ല. കരുണ എന്നൊരു സംഗതി ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഉദ്ദേശശുദ്ധി മറ്റാരെക്കാൾ കൂടുതൽ അയാൾക്കാണ് അറിയാം. മറ്റാരെക്കാളും കൂടുതൽ അയാൾക്കാണ് അറിയാം. എന്നാൽ അങ്ങനെ ഒരാളില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയല്ല സംഭവിക്കുക. ആകെ കൂടെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി എനിക്കുണ്ടായിരുന്ന ചിന്ത എന്ന് പറഞ്ഞാൽ രണ്ട് ചിന്തകൾ. ഒന്ന്, ഇസ്ലാം എല്ലാം കൊണ്ടും സമാധാനമാണ്, എല്ലാം കൊണ്ടും സമാധാനമാണ് എന്നുള്ളതാണ്. സമാധാനം എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള ഏതൊരു സാധാരണക്കാരും കരുതുന്ന സമാധാനം, അല്ലാതെ ഒരു നിർവചനം മാറ്റിയുള്ള സമാധാനമല്ല. എൻ്റെ ഒരു പ്രിയപ്പെട്ട ഉസ്താദിനോട് പറഞ്ഞതാണ്, നീ മനസ്സിലാക്കിയ സമാധാനം മറ്റൊന്നാണ് എന്ന് പറഞ്ഞ്. മറ്റൊന്ന്, സത്യം ഒരിക്കലും ചോദ്യങ്ങൾക്ക് മുമ്പിൽ തളരില്ല എന്നുള്ള എൻ്റെ ഉറച്ച വിശ്വാസം. ഏതൊരു വിമർശനം പഠിച്ചാലും, ഏതൊരു വിമർശനത്തെ സമീപിച്ചാലും, ഏതൊരു തരത്തിലുള്ള അറിവുകൾ പഠിച്ചാലും, ഏതൊരു മതവുമായും ആശയവുമായും താരതമ്യം ചെയ്താലും എൻ്റെ ശാസ്ത്രം തളരില്ല, തകരില്ല എന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ടായിരുന്നു. സത്യം എന്നുള്ളത് എത്ര തന്നെ ചോദ്യം ചെയ്യപ്പെട്ടാലും അതിൻ്റെ ഒളി മങ്ങാതെ തിളങ്ങിക്കൊണ്ടേയിരിക്കുമെന്ന് ഞാൻ അന്ധമായി വിശ്വസിച്ചിരുന്നു. എന്നാൽ അതൊക്കെയാണ് മറ്റുള്ളവരിൽ നിന്ന് എന്നെ വ്യത്യസ്തനാക്കിയത്. എന്നാൽ അതാണ് എന്നെ ഇന്ന് മുർത്തതാക്കിയത്. ജീവിതത്തിൽ ഇത്രയൊക്കെ ഞാൻ ചെയ്തത് എൻ്റെ 23 വയസ്സ് വരെ ഞാൻ ചെയ്തത്, പിന്നീട് തുടർന്ന് എൻ്റെ 25 വയസ്സ് വരെ ഞാൻ ചെയ്തതും, ഈ 25 വയസ്സ് വരെ ചെയ്തതുമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് 23 വരെ നിൻ്റെ മാർഗത്തിൽ മാത്രം ഒരു സന്ദേഹവുമില്ലാതെ, പിന്നീട് 2 വർഷം വീണ്ടും സന്ദേഹിയായിക്കൊണ്ട് ഞാൻ ഹോമിച്ച എൻ്റെ 2 വർഷങ്ങൾ, മൊത്തത്തിൽ എൻ്റെ +2 കാലഘട്ടം കഴിഞ്ഞിട്ടും +2 കാലഘട്ടം വരെയും എൻ്റെ എത്രയോ സമയങ്ങളിൽ ഞാൻ നിനക്കായി ഹോമിച്ച സമയം, അതൊന്നും ഒന്നിലും പെടാത്തതാണ്, വർത്തിയല്ല, ഒരു നിലക്കും കൊള്ളൂല എന്നാണെങ്കിൽ നീ ഒട്ടും കൊള്ളാത്തവനാണ് ദൈവമേ, ഒട്ടും കരുണയില്ലാത്തവനാണ് ദൈവമേ. എന്നെ നരകത്തിൻ്റെ വിറകായി നീ എടുത്തുവെങ്കിൽ ഇനി എന്നെ നരകത്തിൽ എരിച്ചു കൊള്ളുക എന്നാണ് എനിക്ക് പറയുന്നത്. ഇനി എന്നെ നരകത്തിൽ എരിച്ചു കൊള്ളുക. എന്തിൻ്റെ പേരിലാണ് നരകത്തിൽ എരിക്കുന്നത്? എന്തിൻ്റെ പേരിലാണ് നരകത്തിൽ എരിക്കുന്നത്? നീ തന്നെ ഒരു സത്യമായൊരു ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവം തന്നെ ഇസ്ലാം എന്നത് മനുഷ്യനിർമ്മിതിയാണ് എന്ന് എനിക്ക് കാണിച്ചു തന്നത് ഞാൻ വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിൽ, അതിനും അപ്പുറത്തേക്ക് ഇതിൽ ദൈവീകമായൊരു സത്തയെ ഞാൻ കാണാത്തതിൻ്റെ പേരിൽ. എന്തുകൊണ്ടാണ് കാണാത്തത്? എൻ്റെ മാത്രം തീരുമാനമാണോ അതിന് പിറകിലുള്ളത്? എൻ്റെ മാത്രം താന്തോന്നിത്തരമാണോ അതിന് പിറകിലുള്ളത്? ആണോ? അബ്ദുള്ള ഉസ്താദിനെ വീണ്ടും സ്മരിക്കുകയാണ്. ഒതുക്കുങ്ങലെ ഹയാസുന്നയിലെ മൂല്യർ മൂപ്പർ പറഞ്ഞു, ഞാനും എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു കൂടെ, ഞങ്ങൾ 2 പേരും ഞങ്ങളുടെ മാത്രം തീരുമാനത്തിൻ്റെയും താന്തോന്നിത്തരത്തിൻ്റെയും ഫലമായിട്ടാണ് ഇസ്ലാം ഉപേക്ഷിച്ചത്, ഇസ്ലാമിനെ ഒഴിവാക്കിയത്, ഈമാനിനെ ഒഴിവാക്കിയത്. അതെങ്ങനെയാണ് ആ ഒരു സംഗതി? നമ്മുടെ തീരുമാനത്തിൻ്റെ ഏത് ഘട്ടത്തിലാണ് എല്ലാം നിയന്ത്രിക്കുന്ന, എല്ലാം അറിയുന്ന, എല്ലാം നിയന്ത്രിക്കുന്ന ദൈവം നമ്മുടെ തീരുമാനത്തിൻ്റെയും ചെയ്തികളുടെയും ഏത് ഘട്ടത്തിലാണ് വിട്ടു നിൽക്കുന്നത്? ഒരു ദൈവം ഉണ്ടെങ്കിൽ, എല്ലാം നിയന്ത്രിക്കുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ, ഞങ്ങളാ ഉസ്താദിനോട് നേർക്ക് നേരെ ചോദിച്ച ചോദ്യം അതായിരുന്നു, ഏത് ഘട്ടത്തിലാണ് നമ്മൾ മാത്രമായിട്ട്, ഇപ്പോൾ നമ്മളൊരു കാര്യം തീരുമാനിക്കുമ്പോൾ ആ ഒരു തീരുമാനത്തിൻ്റെ ഏതൊരു ഘട്ടത്തിലാണ് ദൈവം ഒഴിഞ്ഞു നിൽക്കുന്നത്? വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഒരു ചായ കുടിക്കാനും കുടിക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ടെന്നിരിക്കെ ഒരു ചായ നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നു. അപ്പോൾ നമ്മളവിടെ ഒരാൾ കുടിക്കാൻ തീരുമാനിക്കുന്നു, ഒരാൾ കുടിക്കാതിരിക്കാൻ തീരുമാനിക്കുന്നു. ഈ തീരുമാനം അള്ളാഹു ഉണ്ടാക്കിയതല്ല എന്നാണോ മൂലർ പറയുന്നത്? ഒരാളത് എടുത്ത് കുടിക്കുന്നു, ഒരാളത് കുടിക്കാതിരിക്കുന്നു. ഈ ഒരു ചെയ്തി അള്ളാഹു അല്ല ചെയ്തതെന്നാണോ പറയുന്നത്? ഇതിലേതെങ്കിലും ഒരു ഘട്ടത്തിൽ ഫ്രീ ചോയ്സ് ഉണ്ട്, എല്ലാവർക്കും ഫ്രീ വില്ലുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഇതിൽ എവിടെയാണ് ഇതിൽ അള്ളാഹു ഒഴിഞ്ഞു നിൽക്കുന്നത്? ഏതൊരു വിഷയത്തിലും തീരുമാനമെടുക്കുന്ന ഒരു ഘട്ടം വരുമ്പോൾ ആ ഘട്ടത്തിൽ
തീരുമാനമെടുക്കുന്നതായ ഘട്ടത്തിൽ എവിടെയാണ് അള്ളാഹു ഒഴിഞ്ഞു നിൽക്കുന്നത്? അള്ളാഹു എന്നൊരാളുണ്ടെങ്കിൽ ഒഴിഞ്ഞു നിൽക്കുന്ന സൃഷ്ടി മാത്രമായി ഒരു അടിമ മാത്രമായി ചെയ്യുന്ന കാര്യം, അങ്ങനെ ഒരു കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവർക്ക് ഉത്തരം മുട്ടാണ്. അവർക്കൊന്നും പറയാനില്ല, ചെയ്യാനില്ല. എന്നാലോ അവർ പറയുന്നത് ഈ തീരുമാനം വഴികേടിലായത്, ഹിദായത്തില്ലാതെയായത്, ഇസ്ലാം ഉപേക്ഷിച്ചത് അത് ഞങ്ങളുടെ തീരുമാനം, അല്ലാതെ അതിൽ അള്ളാഹ്ക്ക് കയ്യൊന്നുമില്ല എന്നുള്ള. എന്നാൽ ഈ പറയുന്ന കാര്യങ്ങളിൽ ഏത് സമയത്താണ് അള്ളാഹു ഒഴിഞ്ഞു നിൽക്കുന്നതെന്ന് ചോദിക്കപ്പെടുമ്പോൾ അതിന് കൃത്യമായ മറുപടിയുമില്ല. അതെന്താണ് അങ്ങനെ? എന്തുകൊണ്ടാണ് അതങ്ങനെ വരുന്നത്? ഏതായാലും എൻ്റെ ആവലാതികൾ ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു. ഒരാത്മകഥം എന്നോണം, സാങ്കല്പികമായ ദൈവത്തിനോടുള്ള ഒരു ആവലാതി ബോധിപ്പിക്കൽ എന്നോണം എൻ്റെ കേൾവിക്കാരിലേക്കായി ഞാൻ കൺവേ ചെയ്ത് കഴിഞ്ഞു. നമുക്ക് നമ്മുടെ വായന 46ഓളം മിനിറ്റായി. നമ്മളെ വായന തുടരാം. സൂറത്തുൽ ബഖറ അല്ലേ, ബഖറയിൽ നമ്മൾ നിലവിൽ ഏതാണ് വായിച്ചു വെച്ചത് നമുക്ക് നോക്കാം. നെറ്റ് ഇതിങ്ങനെ പ്രത്യേകിച്ച് ഒരു പ്രിപ്പറേഷനൊന്നും ഇല്ലാതെ പറഞ്ഞതായതുകൊണ്ടാണ് ഇത്ര സാവധാനമാകുന്നതും. അതെൻ്റേതായ ഒരു ശൈലിയിൽ എങ്ങനെ ആയതുകൊണ്ടാണ് ഇങ്ങനെ എഡിറ്റഡ് അല്ലാത്തതുകൊണ്ടൊക്കെ ഇങ്ങനെ വളരെ ലാഗ് വരുന്നത്. അതുകൊണ്ടാണ് ഒരുപാട് കണ്ടൻറ്റിൻ്റെ ഒരു തുടർച്ച വരാതെ ഇങ്ങനെ വരുന്നത്. അതുകൊണ്ടാണ്. ഇനി തീർച്ചയായിട്ടും ഇതിൽ എടുത്ത് പറയപ്പെടേണ്ടതോ എഡിറ്റ് ചെയ്ത് പറയപ്പെടേണ്ടതോ ആയി എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാമെന്ന് കരുതുന്നു. എന്തായാലും നമുക്ക് വായനയിലേക്ക് പ്രവേശിക്കാം. അതിനു മുമ്പ് നമ്മൾ ഇതുവരെയാണ് പാരായണം ചെയ്തു വെച്ചതെന്ന് നോക്കട്ടെ. എൻ്റെ പേര് എപ്പിസോഡ് 5. എപ്പിസോഡ് 5 200 വരെയാണ് നമ്മൾ പാരായണം ചെയ്ത് വെച്ച്. അപ്പോൾ നമ്മൾ 200 മുതൽ 250 വരെയുള്ള 201 മുതൽ 250 വരെയുള്ള വചനങ്ങൾ നമുക്കൊന്ന് പാരായണം ചെയ്യാം. 201 മുതൽ 250 വരെ. കുറച്ചധികം സ്ക്രോൾ ചെയ്ത് പോവാണ്ട് ഫോണല്ലേ, അതാണ് ഇത്ര ലാഗ് വരുന്നത്. അപ്പോൾ പറയാനുള്ളത് ഇത്രയും പറയാനുള്ളൂ. ഒരുപാട് 23 എന്നല്ല 25 വയസ്സ് വരെ ഒരു ദൈവത്തിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി എന്നെക്കൊണ്ടാവുന്ന വിധത്തിലുള്ളതൊക്കെ ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ടും എന്നിൽ നിന്ന് ആ ഒരു നേർമാർഗത്തിൻ്റെ മാധുര്യത്തെ ഊരിയെടുത്ത് കളഞ്ഞെങ്കിൽ ഇനി എനിക്കതിന് തരാൻ ഉദ്ദേശമില്ലെങ്കിൽ എനിക്കത് വേണ്ട. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, എൻ്റെ മുമ്പിൽ വെളിപ്പെട്ടിട്ടുള്ള ഇത് ദൈവീകമല്ല എന്നതിലേക്കായി സൂചനകളായി ലഭിച്ചിട്ടുള്ള എല്ലാ സംഗതികളും ഞാൻ ആളുകളുടെ മുമ്പിൽ പറയും. 100% എന്നെക്കൊണ്ടാവും വിധം ഞാൻ പറയും. അത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത് ഈ വിഷയത്തിൽ. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ പഠനങ്ങളും ഈ പുനർപഠനങ്ങളും പുനർവായനകളും ഒക്കെ ഒരു ഞാൻ കണ്ടെത്താത്ത മനസ്സിലാക്കാത്തൊരു സത്യം ഉണ്ടെങ്കിൽ അതിലേക്ക് വീണ്ടും എത്തിപ്പെടാനുള്ളൊരു മാർഗം കൂടിയാണ്. ഇവർ ഈ പറഞ്ഞ ദൈവം ഉണ്ടെങ്കിൽ അയാൾക്ക് ഭയങ്കര കരുണയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാമല്ലോ. പക്ഷെ ഞാൻ കാരണമായി ഇസ്ലാം ഉപേക്ഷിച്ച് അല്ലെങ്കിൽ ഇസ്ലാമിനെ സംശയിക്കുന്ന ആൾക്കാരോടൊക്കെ എനിക്ക് പറയാനുള്ളതും ഞാൻ പറഞ്ഞിട്ടുള്ളതും ഒരു കാര്യമാണ്. അതിപ്പോഴും ഞാൻ ആവർത്തിക്കുകയാണ്. ഞാൻ പറഞ്ഞ വാക്കുകൾ കാരണം നിങ്ങളുടെ ഈമാൻ അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം, നിങ്ങളുടെ മതവിശ്വാസം, ദൈവവിശ്വാസം നഷ്ടപ്പെടുകയും പിന്നീട് ഞാൻ ആ വിശ്വാസത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്യുകയാണെങ്കിൽ അതൊന്നും ഒരിക്കലും ഉണ്ടാവില്ല. അങ്ങനെ ഇനി അതോ ഉണ്ടായാൽ, കാരണം നമ്മൾ പുനർപഠനത്തിലാണ്, അതും തീർത്തും നിഷ്പക്ഷമായി ബയാസ്ഡല്ലാതെ പഠിക്കാനും പറയാനും തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അങ്ങനെ വീണ്ടും ആ ഒരു വിശ്വാസത്തിലേക്ക് തിരിച്ചെത്തുന്ന ഘട്ടം ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ കാരണം വിശ്വാസം നഷ്ടമായവർ എന്നിലേക്ക് വരണം, എന്നോട് ചോദിച്ച് മനസ്സിലാക്കണം എങ്ങനെ ഞാൻ ആ വിശ്വാസത്തിൽ തിരിച്ചെത്തി എന്നുള്ളത്. തീർച്ചയായിട്ടും അത് സംഭവിക്കണമെങ്കിൽ തലച്ചോറിന് വല്ലതും സംഭവിക്കേണ്ടി വരും. അല്ലാതെ ഒന്നും ആ വിശ്വാസത്തിലേക്ക് തിരിച്ചു വരുന്ന എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ തലച്ചോറിന് അങ്ങനെ ഒന്നും പറ്റാതെ, പ്രത്യേകിച്ച് അക്രമങ്ങളോ ഭീഷണികളോ ഇല്ലാതെ ഒരു വിശ്വാസത്തിലേക്ക് തിരിച്ചു വരുന്ന ഘട്ടം ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അങ്ങനെ പഠനത്തിൻ്റെയൊക്കെ ഫലമായിട്ടാണല്ലോ തിരിച്ചു വരിക.
അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ഞാൻ വിശ്വാസം കളഞ്ഞവരുടെ വിശ്വാസത്തെ തിരിച്ചു കൊണ്ടുവരാൻ എനിക്ക് എന്തായാലും കഴിയുന്നുള്ളത് 100% ഉറപ്പാണ്. ഏതായാലും വായന തുടരാം. സൂറത്തുൽ ബഖറ 201-ാമത്തെ വചനം. മറ്റു ചിലർ പറയും, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്ക് ഇഹലോകത്ത് നീ നല്ലത് തരണമേ, പരലോകത്തും നീ നല്ലത് തരണമേ, നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ കാത്തു രക്ഷിക്കുകയും ചെയ്യണമേ എന്ന്. അവർ സമ്പാദിച്ചതിൻ്റെ ഫലമായി അവർക്ക് വലിയൊരു വിഹിതമുണ്ട്. അള്ളാഹു അതിവേഗത്തിൽ കണക്ക് നോക്കുന്നവനാകുന്നു. എണ്ണപ്പെട്ട ദിവസങ്ങളിൽ നിങ്ങൾ അള്ളാഹുവെ സ്മരിക്കുക. അവയിൽ 2 ദിവസം കൊണ്ട് മതിയാക്കി ആരെങ്കിലും ധൃതിപ്പെട്ട് പോരുന്ന പക്ഷം അവന് കുറ്റമില്ല. 1 ദിവസം കൂടി താമസിച്ചു പോരുന്നവനും കുറ്റമില്ല. സൂക്ഷ്മത പാലിക്കുന്നവന് അതാണ് ഉത്തമം. നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുകയും അവങ്കലേക്ക് നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുമെന്ന് മനസ്സിലാക്കുകയും ചെയ്യുക. ചില ആളുകളുണ്ട്, ഐഹിക ജീവിത കാര്യത്തിൽ അവരുടെ സംസാരം നിനക്ക് കൗതുകം തോന്നിക്കും. അവരുടെ ഹൃദയശുദ്ധിക്ക് അവർ അള്ളാഹുവെ സാക്ഷി നിർത്തുകയും ചെയ്യും. വാസ്തവത്തിൽ അവർ സത്യത്തിൻ്റെ കഠിന വൈരികളത്രേ. അവർ തിരിച്ചു പോയാൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാനും വിള നശിപ്പിക്കാനും ജീവനൊടുക്കാനുമായിരിക്കും ശ്രമിക്കുക. നശീകരണം അള്ളാഹു ഇഷ്ടപ്പെടുന്നതല്ല. അള്ളാഹുവെ സൂക്ഷിക്കുക എന്ന് അവരോട് ആരെങ്കിലും പറഞ്ഞാൽ ദുരഭിമാനം അവരെ പാപത്തിൽ പിടിച്ചു നിർത്തുന്നു. അവർക്ക് നരകം തന്നെ മതി, അത് എത്ര മോശമായ മെത്ത. വേറെ ചില ആളുകളുണ്ട്, അള്ളാഹുവിൻ്റെ പൊരുത്തം തേടിക്കൊണ്ട് സ്വന്തം ജീവിതം തന്നെ അവർ വിൽക്കുന്നു. അള്ളാഹു തൻ്റെ ദാസന്മാരോട് അത്യധികം ദയയുള്ളവനാകുന്നു. സത്യവിശ്വാസികളെ, നിങ്ങൾ പരിപൂർണമായി കീഴ്വണക്കത്തിൽ പ്രവേശിക്കുക. പിശാചിൻ്റെ കാലടികളെ നിങ്ങൾ പിന്തുടരാതിരിക്കുകയും ചെയ്യുക. തീർച്ചയായും അവൻ നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുവാകുന്നു. നിങ്ങൾക്ക് വ്യക്തമായ തെളിവുകൾ വന്നു കിട്ടിയതിന് ശേഷവും നിങ്ങൾ വഴുതിപ്പോകുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, അള്ളാഹു പ്രതാപിയും യുക്തിമാനുമാണെന്ന്. മേഘമേലാപ്പിൽ അള്ളാഹുവും മലക്കുകളും അവരുടെ അടുത്ത് വരികയും കാര്യം തീരുമാനിക്കപ്പെടുകയും ചെയ്യുന്നത് മാത്രമാണോ അവർ കാത്തിരിക്കുന്നത്? എന്നാൽ കാര്യങ്ങളെല്ലാം അള്ളാഹുവിങ്കലേക്കാകുന്നു അടക്കപ്പെടുന്നത്. ഇസ്രായേലിയരോട് നീ ചോദിച്ചു നോക്കുക, വ്യക്തമായ എത്ര ദൃഷ്ടാന്തമാണ് നാം അവർക്ക് നൽകിയിട്ടുള്ളതെന്ന്. തനിക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹം വന്നു കിട്ടിയതിന് ശേഷം വല്ലവനും അതിന് വിപരീതം പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാകുന്നു. സത്യനിഷേധികൾക്ക് ഐഹിക ജീവിതം അലങ്കൃതമായി തോന്നിയിരിക്കുന്നു. സത്യവിശ്വാസികളെ അവർ പരിഹസിക്കുകയും ചെയ്യുന്നു. എന്നാൽ സൂക്ഷ്മത പാലിച്ചവരായിരിക്കും ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ അവരെക്കാൾ ഉന്നതന്മാർ. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കണക്ക് നോക്കാതെ തന്നെ കൊടുക്കുന്നതാണ്. മനുഷ്യൻ ഒരൊറ്റ സമുദായമായിരുന്നു. അനന്തരം അവർ ഭിന്നിച്ചപ്പോൾ വിശ്വാസികൾക്ക് സന്തോഷവാർത്ത അറിയിക്കുവാനും നിഷേധികൾക്ക് താക്കീത് നൽകുവാനുമായി അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിച്ചു. അവർ അഥവാ ജനങ്ങൾ ഭിന്നിച്ച വിഷയത്തിൽ തീർപ്പു കൽപ്പിക്കുവാനായി അവരുടെ കൂടെ സത്യവേദവും അവൻ അയച്ചു കൊടുത്തു. എന്നാൽ വേദം നൽകപ്പെട്ടവർ തന്നെ വ്യക്തമായ തെളിവുകൾ വന്നു കിട്ടിയതിനു ശേഷം അതിൽ അഥവാ വേദവിഷയത്തിൽ ഭിന്നിച്ചിട്ടുള്ളത് അവർ തമ്മിലുള്ള മാത്സര്യം മൂലമല്ലാതെ മറ്റൊന്നുകൊണ്ടുമല്ല. എന്നാൽ ഏതൊരു സത്യത്തിൽ നിന്ന് അവർ ഭിന്നിച്ചകന്നുവോ ആ സത്യത്തിലേക്ക് അള്ളാഹു തൻ്റെ താല്പര്യപ്രകാരം സത്യവിശ്വാസികൾക്ക് വഴി കാണിച്ചു. താൻ ഉദ്ദേശിക്കുന്നവരെ അള്ളാഹു ശരിയായ പാതയിലേക്ക് നയിക്കുന്നു. അല്ല, നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയവർ അഥവാ വിശ്വാസികൾക്കുണ്ടായതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും വന്നെത്താതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാകുമെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുകയാണോ? പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ ബാധിക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴായിരിക്കും എന്ന് അവരിലെ ദൈവദൂതനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറഞ്ഞു പോകുമാറ് അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അള്ളാഹുവിൻ്റെ സഹായം അടുത്തു തന്നെയുണ്ട്. അവൻ നബിയെ, അവർ നിന്നോട് ചോദിക്കുന്നു, അവരെന്താണ് ചെലവഴിക്കേണ്ടതെന്ന്. നീ പറയുക, നിങ്ങൾ നല്ലതെന്ത് ചെലവഴിക്കുകയാണെങ്കിലും മാതാപിതാക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും അനാഥർക്കും അഗതികൾക്കും വഴിപോക്കന്മാർക്കും വേണ്ടിയാണത് ചെയ്യേണ്ടത്. നല്ലതെന്ത് നിങ്ങൾ ചെയ്യുകയാണെങ്കിലും തീർച്ചയായും അള്ളാഹു അതറിയുന്നവനാകുന്നു. യുദ്ധം ചെയ്യാൻ നിങ്ങൾക്കിതാ നിർബന്ധ കൽപ്പന നൽകപ്പെട്ടിരിക്കുന്നു, അതാകട്ടെ നിങ്ങൾക്ക് അനിഷ്ടകരമാകുന്നു. എന്നാൽ ഒരു കാര്യം നിങ്ങൾ വെറുക്കുകയും യഥാർത്ഥത്തിൽ അത് നിങ്ങൾക്ക് ഗുണകരമായിരിക്കുകയും ചെയ്യാം. നിങ്ങളൊരു കാര്യം ഇഷ്ടപ്പെടുകയും യഥാർത്ഥത്തിൽ നിങ്ങൾക്കത് ദോഷകരമായിരിക്കുകയും ചെയ്തെന്നും വരാം. അള്ളാഹു അറിയുന്നു, നിങ്ങൾ അറിയുന്നില്ല. വിലക്കപ്പെട്ട മാസത്തിൽ യുദ്ധം ചെയ്യുന്നതിനെപ്പറ്റി അവർ നിന്നോട് ചോദിക്കുന്നു. പറയുക, ആ മാസത്തിൽ യുദ്ധം ചെയ്യുന്നത് വലിയ അപരാധം തന്നെയാകുന്നു. എന്നാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുന്നതും
അവനിൽ അവിശ്വസിക്കുന്നതും മസ്ജിദുൽ ഹറാമിൽ നിന്ന് ജനങ്ങളെ തടയുന്നതും അതിൻ്റെ അവകാശികളെ അവിടെ നിന്ന് പുറത്താക്കുന്നതും അള്ളാഹുവിൻ്റെ അടുക്കൽ കൂടുതൽ ഗൗരവമുള്ളതാകുന്നു. കുഴപ്പം കൊലയേക്കാൾ ഗുരുതരമാകുന്നു. അവർക്ക് സാധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മതത്തിൽ നിന്ന് നിങ്ങളെ പിന്തിരിപ്പിക്കുന്നതുവരെ അവർ നിങ്ങളോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങളിൽ നിന്ന് ആരെങ്കിലും തൻ്റെ മതത്തിൽ നിന്ന് പിന്മാറി സത്യനിഷേധിയായിക്കൊണ്ട് മരണപ്പെടുന്ന പക്ഷം അത്തരക്കാരുടെ കർമ്മങ്ങൾ ഇഹത്തിലും പരത്തിലും നിഷ്ഫലമായി തീരുന്നതാണ്. അവരാകുന്നു നരകാവകാശികൾ. അവരതിൽ നിത്യവാസികളായിരിക്കും. വിശ്വസിക്കുകയും സ്വദേശം വെടിയുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദിൽ ഏർപ്പെടുകയും ചെയ്തവരാരോ അവർ അള്ളാഹുവിൻ്റെ കാരുണ്യം പ്രതീക്ഷിക്കുന്നവരാകുന്നു. അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയും അത്രേ. നബിയെ, നിന്നോടവർ മദ്യത്തെയും ചൂതാട്ടത്തെയും പറ്റി ചോദിക്കുന്നു. പറയുക, അവ രണ്ടിലും ഗുരുതരമായ പാപമുണ്ട്. ജനങ്ങൾക്ക് ചില പ്രയോജനങ്ങളുമുണ്ട്. എന്നാൽ അവയിലെ പാപത്തിൻ്റെ അംശമാണ് പ്രയോജനത്തിൻ്റെ അംശത്തേക്കാൾ വലുത്. എന്തൊന്നാണവർ ചെലവ് ചെയ്യേണ്ടതെന്നും അവർ നിന്നോട് ചോദിക്കുന്നു. നീ പറയുക, അത്യാവശ്യം കഴിച്ച് മിച്ചമുള്ളത്. അങ്ങനെ ഇഹപര ജീവിതങ്ങളെപ്പറ്റി നിങ്ങൾ ചിന്തിക്കുവാൻ വേണ്ടി അള്ളാഹു നിങ്ങൾക്ക് തെളിവുകൾ വിവരിച്ചു തരുന്നു. അനാഥകളെപ്പറ്റിയും അവർ നിന്നോട് ചോദിക്കുന്നു. പറയുക, അവർക്ക് നന്മ വരുത്തുന്നതെന്തും നല്ലതാകുന്നു. അവരോടൊപ്പം നിങ്ങൾ കൂട്ടുജീവിതം നയിക്കുകയാണെങ്കിൽ അതിൽ തെറ്റില്ല. അവർ നിങ്ങളുടെ സഹോദരങ്ങളാണല്ലോ. നാശമുണ്ടാക്കുന്നവനെയും നന്മ വരുത്തുന്നവനെയും അള്ളാഹു വേർതിരിച്ചറിയുന്നതാണ്. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവൻ നിങ്ങൾക്ക് ക്ലേശമുണ്ടാക്കുമായിരുന്നു. തീർച്ചയായും അള്ളാഹു പ്രതാപശാലിയും യുക്തിമാനുമാകുന്നു. ബഹുദൈവ വിശ്വാസിനികളെ, അവർ വിശ്വസിക്കുന്നതുവരെ നിങ്ങൾ വിവാഹം കഴിക്കരുത്. സത്യവിശ്വാസിനിയായ ഒരു അടിമസ്ത്രീയാണ് ബഹുദൈവ വിശ്വാസിനിയേക്കാൾ നല്ലത്. അവൾ നിങ്ങൾക്ക് കൗതുകം ജനിപ്പിച്ചാലും ശരി. ബഹുദൈവ വിശ്വാസികൾക്ക് അവർ വിശ്വസിക്കുന്നതുവരെ നിങ്ങൾ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുകയും ചെയ്യരുത്. ബഹുദൈവ വിശ്വാസികൾക്ക് അവർ വിശ്വസിക്കുന്നതുവരെ നിങ്ങൾ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുകയും ചെയ്യരുത്. സത്യവിശ്വാസിയായ ഒരു അടിമയാണ് ബഹുദൈവ വിശ്വാസിയേക്കാൾ നല്ലത്. അവൻ നിങ്ങൾക്ക് കൗതുകം ജനിപ്പിച്ചാലും ശരി. അക്കൂട്ടർ നരകത്തിലേക്കാണ് ക്ഷണിക്കുന്നത്. അള്ളാഹു ആകട്ടെ അവൻ്റെ ഹിതമനുസരിച്ച് സ്വർഗത്തിലേക്കും പാപമോചനത്തിലേക്കും ക്ഷണിക്കുന്നു. ജനങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടി തൻ്റെ തെളിവുകൾ അവർക്ക് വിവരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ആർത്തവത്തെപ്പറ്റി അവർ നിന്നോട് ചോദിക്കുന്നു. പറയുക, അതൊരു മാലിന്യമാകുന്നു. അതിനാൽ ആർത്തവ ഘട്ടത്തിൽ നിങ്ങൾ സ്ത്രീകളിൽ നിന്ന് അകന്നു നിൽക്കേണ്ടതാണ്. അവർ ശുദ്ധിയാകുന്നത് വരെ അവരെ സമീപിക്കുവാൻ പാടില്ല. എന്നാൽ അവർ ശുചീകരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നിങ്ങളോട് കൽപ്പിച്ച വിധത്തിൽ നിങ്ങൾ അവരുടെ അടുത്ത് ചെന്നുകൊള്ളുക. തീർച്ചയായും അള്ളാഹു പശ്ചാത്തപിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു, ശുചിത്വം പാലിക്കുന്നവരെയും ഇഷ്ടപ്പെടുന്നു. നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ കൃഷിയിടമാകുന്നു. അതിനാൽ നിങ്ങൾ ഇച്ഛിക്കും വിധം നിങ്ങൾക്ക് നിങ്ങളുടെ കൃഷിയിടത്തിൽ ചെല്ലാവുന്നതാണ്. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടത് നിങ്ങൾ മുൻകൂട്ടി ചെയ്തു വെക്കേണ്ടതുമാണ്. നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുകയും അവനുമായി നിങ്ങൾ കണ്ടുമുട്ടേണ്ടതുണ്ടെന്ന് അറിഞ്ഞിരിക്കുകയും ചെയ്യുക. സത്യവിശ്വാസികൾക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുക. അള്ളാഹുവെ, അവൻ്റെ പേരിൽ നിങ്ങൾ ശപഥം ചെയ്തു പോയി എന്ന കാരണത്താൽ നന്മ ചെയ്യുന്നതിനോ ധർമ്മം പാലിക്കുന്നതിനോ ജനങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുന്നതിനോ നിങ്ങൾ ഒരു തടസ്സമാക്കി വെക്കരുത്. അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. ബോധപൂർവമല്ലാതെ വെറുതെ പറഞ്ഞു പോകുന്ന ശപഥവാക്കുകൾ മൂലം അള്ളാഹു നിങ്ങളെ പിടികൂടുന്നതല്ല. പക്ഷേ നിങ്ങൾ മനസ്സറിഞ്ഞ് പ്രവർത്തിച്ചതിൻ്റെ പേരിൽ അള്ളാഹു നിങ്ങളെ പിടികൂടുന്നതാണ്. അള്ളാഹു ഏറെ പൊറുക്കുന്നവനും സഹനശീലനുമാകുന്നു. തങ്ങളുടെ ഭാര്യമാരുമായി ബന്ധപ്പെടുകയില്ലെന്ന് ശപഥം ചെയ്ത് അകന്നു നിൽക്കുന്നവർക്ക് അന്തിമ തീരുമാനത്തിന് 4 മാസം വരെ കാത്തിരിക്കാവുന്നതാണ്. അതിനിടയിൽ അവർ ശപഥം വിട്ട് ദാമ്പത്യത്തിലേക്ക് മടങ്ങുകയാണെങ്കിൽ അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമത്രേ. ഇനി അവർ വിവാഹമോചനം ചെയ്യാൻ തന്നെ തീർച്ചപ്പെടുത്തുകയാണെങ്കിലോ അള്ളാഹു എല്ലാം കേൾക്കുകയും അറിയുകയും ചെയ്യുന്നവനാണല്ലോ. വിവാഹമോചനം ചെയ്യപ്പെട്ട സ്ത്രീകൾ തങ്ങളുടെ സ്വന്തം കാര്യത്തിൽ 3 മാസമുറകൾ കഴിയും വരെ കാത്തിരിക്കേണ്ടതാണ്. അവർ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ തങ്ങളുടെ ഗർഭാശയങ്ങളിൽ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളതിനെ അവർ ഒളിച്ചു വെക്കാൻ പാടുള്ളതല്ല. അതിനകം പ്രസ്തുത അവധിക്കകം അവരെ തിരിച്ചെടുക്കാൻ അവരുടെ ഭർത്താക്കന്മാർ ഏറ്റവും അർഹതയുള്ളവരാകുന്നു. അവർ അഥവാ ഭർത്താക്കന്മാർ നിലപാട് നന്നാക്കി തീർക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് ഭർത്താക്കന്മാരോട് ബാധ്യതകൾ ഉള്ളതുപോലെ തന്നെ ന്യായപ്രകാരം അവർക്ക് അവകാശങ്ങൾ കിട്ടേണ്ടതുമുണ്ട്. എന്നാൽ പുരുഷന്മാർക്ക് അവരെക്കാൾ ഉപരി ഒരു പദവിയുണ്ട്. അള്ളാഹു പ്രതാപശാലിയും യുക്തിമാനുമാകുന്നു.
മടക്കിയെടുക്കാൻ അനുമതിയുള്ള വിവാഹമോചനം 2 പ്രാവശ്യം മാത്രമാകുന്നു. പിന്നെ ഒന്നുകിൽ മര്യാദ അനുസരിച്ച് കൂടെ നിർത്തുകയോ അല്ലെങ്കിൽ നല്ല നിലയിൽ പിരിച്ചയക്കുകയോ ആണ് വേണ്ടത്. നിങ്ങൾ അവർക്ക് അഥവാ ഭാര്യമാർക്ക് നൽകിയിട്ടുള്ളതിൽ നിന്ന് യാതൊന്നും തിരിച്ചു വാങ്ങാൻ നിങ്ങൾക്ക് അനുവാദമില്ല. അവർ ഇരുവർക്കും അള്ളാഹുവിൻ്റെ നിയമപരിധികൾ പാലിച്ചു പോരാൻ കഴിയില്ലെന്ന് ആശങ്ക തോന്നുന്നുവെങ്കിലല്ലാതെ അവർ ഇരുവർക്കും അള്ളാഹുവിൻ്റെ നിയമപരിധികൾ പാലിച്ചു പോരാൻ കഴിയില്ലെന്ന് ആശങ്ക തോന്നുന്നുവെങ്കിലല്ലാതെ അങ്ങനെ അവർക്ക് അഥവാ ദമ്പതിമാർക്ക് അള്ളാഹുവിൻ്റെ നിയമപരിധികൾ പാലിക്കുവാൻ കഴിയില്ലെന്ന് നിങ്ങൾക്ക് ഉത്കണ്ഠ തോന്നുകയാണെങ്കിൽ അവൾ വല്ലതും വിട്ടുകൊടുത്തുകൊണ്ട് സ്വയം മോചനം നേടുന്നതിൽ അവർ ഇരുവർക്കും കുറ്റമില്ല. അള്ളാഹുവിൻ്റെ നിയമപരിധികളത്രയാവ. അതിനാൽ അവയെ നിങ്ങൾ ലംഘിക്കരുത്. അള്ളാഹുവിൻ്റെ നിയമപരിധികൾ ആര് ലംഘിക്കുന്നുവോ അവർ തന്നെയാകുന്നു അക്രമികൾ. ഇനിയും അഥവാ മൂന്നാമതും അവൻ അവളെ വിവാഹമോചനം ചെയ്യുകയാണെങ്കിൽ അതിനുശേഷം അവളുമായി ബന്ധപ്പെടൽ അവന് അനുവദനീയമാവില്ല, അവൾ മറ്റൊരു ഭർത്താവിനെ സ്വീകരിക്കുന്നത് വരേക്കും. എന്നിട്ട് അവൻ അഥവാ പുതിയ ഭർത്താവ് അവളെ വിവാഹമോചനം ചെയ്യുകയാണെങ്കിൽ പഴയ ദാമ്പത്യത്തിലേക്ക് തിരിച്ചു പോകുന്നതിൽ അവർ ഇരുവർക്കും കുറ്റമില്ല. അള്ളാഹുവിൻ്റെ നിയമപരിധികൾ പാലിക്കാമെന്ന് അവരിരുവരും വിചാരിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ നിയമപരിധികളത്രേ അവ. മനസ്സിലാക്കുന്ന ആളുകൾക്ക് വേണ്ടി അള്ളാഹു അത് വിവരിച്ചു തരുന്നു. അവൾ മറ്റൊരു ഭർത്താവിനെ സ്വീകരിക്കുന്നത് വരേക്കും. എന്നിട്ട് അവൻ അഥവാ പുതിയ ഭർത്താവ് അവളെ വിവാഹമോചനം ചെയ്യുകയാണെങ്കിൽ പഴയ ദാമ്പത്യത്തിലേക്ക് തിരിച്ചു പോകുന്നതിൽ അവരിരുവർക്കും കുറ്റമില്ല, അള്ളാഹുവിൻ്റെ നിയമപരിധികൾ പാലിക്കാമെന്ന് അവരിരുവരും വിചാരിക്കുന്നുണ്ടെങ്കിൽ. അള്ളാഹുവിൻ്റെ നിയമപരിധികൾ അത്രേ അവ. മനസ്സിലാക്കുന്ന ആളുകൾക്ക് വേണ്ടി അള്ളാഹു അത് വിവരിച്ചു തരുന്നു. നിങ്ങൾ സ്ത്രീകളെ വിവാഹമോചനം ചെയ്തിട്ട് അവരുടെ അവധി പ്രാപിച്ചാൽ ഒന്നുകിൽ നിങ്ങൾ അവരെ മര്യാദ അനുസരിച്ച് കൂടെ നിർത്തുകയോ അല്ലെങ്കിൽ മര്യാദ അനുസരിച്ച് തന്നെ പിരിച്ചയക്കുകയോ ആണ് വേണ്ടത്. ദ്രോഹിക്കുവാൻ വേണ്ടി അന്യായമായി നിങ്ങൾ അവരെ പിടിച്ചു നിർത്തരുത്. അപ്രകാരം വല്ലവനും പ്രവർത്തിക്കുന്ന പക്ഷം അവൻ തനിക്ക് തന്നെയാണ് ദ്രോഹം വരുത്തി വെക്കുന്നത്. അള്ളാഹുവിൻ്റെ തെളിവുകളെ നിങ്ങൾ തമാശയാക്കി കളയരുത്. അള്ളാഹു നിങ്ങൾക്ക് ചെയ്ത അനുഗ്രഹം നിങ്ങൾ ഓർക്കുക. നിങ്ങൾക്ക് സാരോപദേശം നൽകിക്കൊണ്ട് അവൻ അവതരിപ്പിച്ച വേദവും വിജ്ഞാനവും ഓർമ്മിക്കുക. അള്ളാഹുവെ നിങ്ങൾ സൂക്ഷിക്കുക. അള്ളാഹു എല്ലാ കാര്യവും അറിയുന്നവനാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുക. നിങ്ങൾ സ്ത്രീകളെ വിവാഹമോചനം ചെയ്തിട്ട് അവരുടെ അവധി പ്രാപിച്ചാൽ അവർ തങ്ങളുടെ ഭർത്താക്കന്മാരുമായി വിവാഹത്തിൽ ഏർപ്പെടുന്നതിന് നിങ്ങൾ തടസ്സമുണ്ടാക്കരുത്. മര്യാദ അനുസരിച്ച് അവർ അന്യോന്യം തൃപ്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളിൽ നിന്ന് അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർക്കുള്ള ഉപദേശമാണത്. അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഗുണകരവും സംശുദ്ധവുമായിട്ടുള്ളത്. അള്ളാഹു അറിയുന്നു, നിങ്ങൾ അറിയുന്നില്ല. മാതാക്കൾ തങ്ങളുടെ സന്താനങ്ങൾക്ക് പൂർണ്ണമായ 2 കൊല്ലം മുല കൊടുക്കേണ്ടതാണ്. കുട്ടിയുടെ മുല കൂടി പൂർണ്ണമാക്കണം എന്ന് ഉദ്ദേശിക്കുന്നവർക്കത്രേ ഇത്. അവർക്ക് അഥവാ മുല കൊടുക്കുന്ന മാതാക്കൾക്ക് മര്യാദ അനുസരിച്ച് ഭക്ഷണവും വസ്ത്രവും നൽകേണ്ടത് കുട്ടിയുടെ പിതാവിൻ്റെ ബാധ്യതയാകുന്നു. എന്നാൽ ഒരാളെയും അയാളുടെ കഴിവിലുപരി നൽകാൻ നിർബന്ധിക്കരുത്. ഒരു മാതാവും തൻ്റെ കുട്ടിയുടെ പേരിൽ ദ്രോഹിക്കപ്പെടാൻ ഇടയാകരുത്. അതുപോലെ തന്നെ സ്വന്തം കുട്ടിയുടെ പേരിൽ ഒരു പിതാവിനും ദ്രോഹം നേരിടരുത്. പിതാവിൻ്റെ അഭാവത്തിൽ അയാളുടെ അവകാശികൾക്കും കുട്ടിയുടെ കാര്യത്തിൽ അതുപോലെയുള്ള ബാധ്യതകളുണ്ട്. ഇനി അവർ ഇരുവരും തമ്മിൽ കൂടിയാലോചിച്ച് തൃപ്തിപ്പെട്ടുകൊണ്ട് കുട്ടിയുടെ മുലകുടി നിർത്താൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവർ ഇരുവർക്കും കുറ്റമില്ല. ഇനി നിങ്ങളുടെ കുട്ടികൾക്ക് മറ്റാരെ കൊണ്ടെങ്കിലും മുല കൊടുപ്പിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിലും നിങ്ങൾക്ക് കുറ്റമില്ല. ആ പോറ്റമ്മമാർക്ക് നിങ്ങൾ നൽകേണ്ടത് മര്യാദ അനുസരിച്ച് കൊടുത്തു തീർക്കുകയാണെങ്കിൽ നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുകയും നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം അള്ളാഹു കണ്ടറിയുന്നുണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്യുക. നിങ്ങളിൽ ആരെങ്കിലും തങ്ങളുടെ ഭാര്യമാരെ വിട്ടേച്ചുകൊണ്ട് മരണപ്പെടുകയാണെങ്കിൽ അവർ അഥവാ ഭാര്യമാർ തങ്ങളുടെ കാര്യത്തിൽ 4 മാസവും 10 ദിവസവും കാത്തിരിക്കേണ്ടതാണ്. എന്നിട്ട് അവരുടെ ആ അവധി എത്തിയാൽ തങ്ങളുടെ കാര്യത്തിൽ അവർ മര്യാദ അനുസരിച്ച് പ്രവർത്തിക്കുന്നതിൽ നിങ്ങൾക്ക് കുറ്റമൊന്നുമില്ല. നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നുണ്ട്. ഇദ്ദയുടെ ഘട്ടത്തിൽ ആ സ്ത്രീകളുമായുള്ള വിവാഹാലോചന നിങ്ങൾ വ്യംഗ്യമായി സൂചിപ്പിക്കുകയോ മനസ്സിൽ സൂക്ഷിക്കുകയോ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് കുറ്റമില്ല. അവരെ നിങ്ങൾ ഓർത്തേക്കുമെന്ന് അള്ളാഹുവിനറിയാം. പക്ഷേ നിങ്ങൾ അവരോട് മര്യാദയുള്ള നല്ല വാക്കും പറയുക എന്നല്ലാതെ രഹസ്യമായി അവരോട് യാതൊരു നിശ്ചയവും ചെയ്തു പോകരുത്. നിയമപ്രകാരമുള്ള അവധി അഥവാ ഇദ്ദ പൂർത്തിയാകുന്നത് വരെ വിവാഹമുക്തകളുമായി വിവാഹബന്ധം സ്ഥാപിക്കാൻ നിങ്ങൾ തീരുമാനമെടുക്കരുത്. നിങ്ങളുടെ മനസ്സുകളിലുള്ളത് അള്ളാഹു അറിയുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും
അവനെ നിങ്ങൾ ഭയപ്പെടുകയും ചെയ്യുക. അള്ളാഹു ഏറെ പൊറുക്കുന്നവനും സഹനശീലനുമാണെന്നും നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ഭാര്യമാരെ സ്പർശിക്കുകയോ അവരുടെ വിവാഹമൂല്യം നിശ്ചയിക്കുകയോ ചെയ്യുന്നതിന് മുമ്പായി നിങ്ങൾ അവരുമായുള്ള ബന്ധം വേർപ്പെടുത്തിയാൽ മഹർ നൽകാത്തതിൻ്റെ പേരിൽ നിങ്ങൾക്ക് കുറ്റമില്ല. എന്നാൽ അവർക്ക് നിങ്ങൾ മര്യാദ അനുസരിച്ച് ജീവിത വിഭവമായി എന്തെങ്കിലും നൽകേണ്ടതാണ്. കഴിവുള്ളവൻ തൻ്റെ കഴിവനുസരിച്ചും ഞെരുക്കമുള്ളവൻ തൻ്റെ സ്ഥിതിക്കനുസരിച്ചും സദ്വൃത്തരായ ആളുകൾക്ക് ഇതൊരു ബാധ്യതയത്രേ. എന്നാൽ അവർക്ക് നിങ്ങൾ മര്യാദ അനുസരിച്ച് വിഭവമായി എന്തെങ്കിലും നൽകേണ്ടതാണ്. കഴിവുള്ളവൻ തൻ്റെ കഴിവനുസരിച്ചും ഞെരുക്കമുള്ളവൻ തൻ്റെ സ്ഥിതിക്കനുസരിച്ചും സദ്വൃത്തരായ ആളുകൾക്ക് ഇതൊരു ബാധ്യതയത്രേ. ഇനി നിങ്ങൾ അവരെ സ്പർശിക്കുന്നതിന് മുമ്പ് തന്നെ വിവാഹബന്ധം വേർപ്പെടുത്തുകയും അവരുടെ വിവാഹമൂല്യം നിങ്ങൾ നിശ്ചയിച്ച് കഴിഞ്ഞിരിക്കുകയുമാണെങ്കിൽ നിങ്ങൾ നിശ്ചയിച്ചതിൻ്റെ പകുതി നിങ്ങൾ നൽകേണ്ടതാണ്. അവർ അഥവാ ഭാര്യമാർ വിട്ടുവീഴ്ച ചെയ്യുന്നുവെങ്കിൽ അല്ലാതെ, അല്ലെങ്കിൽ വിവാഹ കരാർ കൈവശം വെച്ചിരിക്കുന്നവൻ അഥവാ ഭർത്താവ് മഹർ പൂർണ്ണമായി നൽകിക്കൊണ്ട് വിട്ടുവീഴ്ച ചെയ്യുന്നുവെങ്കിൽ അല്ലാതെ. എന്നാൽ ഭർത്താക്കന്മാരെ, നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുന്നതാണ് ധർമ്മനിഷ്ഠയ്ക്ക് കൂടുതൽ യോജിച്ചത്. നിങ്ങൾ അന്യോന്യം ഔദാര്യം കാണിക്കാൻ മറക്കരുത്. തീർച്ചയായും നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം അള്ളാഹു കണ്ടറിയുന്നവനാകുന്നു. പ്രാർത്ഥനകൾ അഥവാ നമസ്കാരങ്ങൾ നിങ്ങൾ സൂക്ഷ്മതയോടെ നിർവഹിച്ചു പോരേണ്ടതാണ്. പ്രത്യേകിച്ചും ഉത്കൃഷ്ടമായ നമസ്കാരം. അള്ളാഹുവിൻ്റെ മുമ്പിൽ ഭയഭക്തിയോടു കൂടി നിന്നുകൊണ്ടാകണം നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾ ശത്രുവിൻ്റെ ആക്രമണം ഭയപ്പെടുകയാണെങ്കിൽ കാൽനടയായോ വാഹനങ്ങളിലായോ നിങ്ങൾക്ക് നമസ്കരിക്കാം. എന്നാൽ നിങ്ങൾ സുരക്ഷിതാവസ്ഥയിലായാൽ നിങ്ങൾക്ക് അറിവില്ലാതിരുന്നത് അള്ളാഹു പഠിപ്പിച്ചു തന്ന പ്രകാരം നിങ്ങൾ അവനെ സ്മരിക്കേണ്ടതാണ്. നിങ്ങളിൽ നിന്ന് ഭാര്യമാരെ വിട്ടേച്ചുകൊണ്ട് മരണപ്പെടുന്നവർ തങ്ങളുടെ ഭാര്യമാർക്ക് 1 കൊല്ലത്തേക്ക് വീട്ടിൽ നിന്ന് പുറത്താക്കാതെ ജീവിത വിഭവം നൽകാൻ വസിയത്ത് ചെയ്യേണ്ടതാണ്. എന്നാൽ അവർ സ്വയം പുറത്തു പോകുന്ന പക്ഷം തങ്ങളുടെ സ്വന്തം കാര്യത്തിൽ മര്യാദ അനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നതിൽ നിങ്ങൾക്ക് കുറ്റമില്ല. അള്ളാഹു പ്രതാപവാനും സൂക്ഷ്മജ്ഞാനമുള്ളവനുമാകുന്നു. വിവാഹമോചിതരായ സ്ത്രീകൾക്ക് ന്യായപ്രകാരം എന്തെങ്കിലും ജീവിത വിഭവമായി നൽകേണ്ടതാണ്. ഭയഭക്തിയുള്ളവർക്ക് അതൊരു ബാധ്യതയത്രേ. നിങ്ങൾ ഗ്രഹിക്കേണ്ടതിന് വേണ്ടി അപ്രകാരം അള്ളാഹു അവൻ്റെ തെളിവുകൾ വിവരിച്ചു തരുന്നു. ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടായിട്ടും മരണഭയം കൊണ്ട് സ്വന്തം വീട് വിട്ട് ഇറങ്ങിപ്പോയ ഒരു ജനതയെപ്പറ്റി നീ അറിഞ്ഞില്ലേ? അപ്പോൾ അള്ളാഹു അവരോട് പറഞ്ഞു, നിങ്ങൾ മരിച്ചു കൊള്ളുക. പിന്നീട് അള്ളാഹു അവർക്ക് ജീവൻ നൽകി. തീർച്ചയായും അള്ളാഹു മനുഷ്യരോട് ഔദാര്യം കാണിക്കുന്നവനാകുന്നു. പക്ഷേ മനുഷ്യരിൽ അധിക പേരും നന്ദി കാണിക്കുന്നില്ല. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ യുദ്ധം ചെയ്യുക. അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുക. അള്ളാഹുവിന് ഉത്തമമായ കടം നൽകുവാൻ ആരുണ്ട്? എങ്കിൽ അള്ളാഹു അതവന് അനേകം ഇരട്ടികളായി വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതാണ്. ധനം പിടിച്ചു വെക്കുന്നതും വിട്ടു കൊടുക്കുന്നതും അള്ളാഹു ആകുന്നു. അവങ്കലേക്ക് തന്നെയാകുന്നു നിങ്ങൾ മടക്കപ്പെടുന്നതും. മൂസായുടെ ശേഷമുണ്ടായിരുന്ന ചില ഇസ്രായേലി പ്രമുഖർ തങ്ങളുടെ പ്രവാചകനോട്, ഞങ്ങൾക്കൊരു രാജാവിനെ നിയോഗിച്ചു തരൂ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞ സന്ദർഭം നീ അറിഞ്ഞില്ലേ? മാർഗത്തിൽ യുദ്ധം ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞ സന്ദർഭം നീ അറിഞ്ഞില്ലേ? പ്രവാചകൻ ചോദിച്ചു, നിങ്ങൾക്ക് യുദ്ധത്തിന് കൽപ്പന കിട്ടിയാൽ നിങ്ങൾ യുദ്ധം ചെയ്യാതിരുന്നേക്കുമോ? അവർ പറഞ്ഞു, ഞങ്ങളുടെ താമസ സ്ഥലങ്ങളിൽ നിന്നും സന്തതികൾക്കിടയിൽ നിന്നും ഞങ്ങൾ പുറന്തള്ളപ്പെട്ട സ്ഥിതിക്ക് ഞങ്ങൾക്കെങ്ങനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാതിരിക്കാൻ കഴിയും? എന്നാൽ അവർക്ക് യുദ്ധത്തിന് കൽപ്പന നൽകപ്പെട്ടപ്പോഴാകട്ടെ അല്പം പേരൊഴിച്ച് എല്ലാവരും പിന്മാറുകയാണ് ഉണ്ടായത്. അള്ളാഹു അക്രമകാരികളെപ്പറ്റി നല്ലവണ്ണം അറിയുന്നവനാകുന്നു. അവരോട് അവരുടെ പ്രവാചകൻ പറഞ്ഞു, അള്ളാഹു നിങ്ങൾക്ക് ത്വാലൂത്തിനെ രാജാവായി നിയോഗിച്ചു തന്നിരിക്കുന്നു. അവർ പറഞ്ഞു, അയാൾക്കെങ്ങനെ ഞങ്ങളുടെ രാജാവാകാൻ പറ്റും? രാജാധികാരത്തിന് അയാളെക്കാൾ കൂടുതൽ അർഹതയുള്ളത് ഞങ്ങൾക്കാണല്ലോ. അയാൾ സാമ്പത്തിക സമൃദ്ധി ലഭിച്ച ആളുമല്ലല്ലോ. പ്രവാചകൻ പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തെ നിങ്ങളെക്കാൾ ഉത്കൃഷ്ടനായി തിരഞ്ഞെടുത്തിരിക്കുന്നു. കൂടുതൽ വിപുലമായ ജ്ഞാനവും ശരീരശക്തിയും നൽകുകയും ചെയ്തിരിക്കുന്നു. അള്ളാഹു അവൻ്റെ വകയായുള്ള ആധിപത്യം അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കുന്നു. അള്ളാഹു വിപുലമായ കഴിവുള്ളവനും എല്ലാം അറിയുന്നവനുമാകുന്നു. അവരോട് അവരുടെ പ്രവാചകൻ പറഞ്ഞു, ത്വാലൂത്തിൻ്റെ രാജാധികാരത്തിനുള്ള തെളിവ് ആ പെട്ടി നിങ്ങളുടെ അടുത്ത് വന്നെത്തുക എന്നതാണ്. അതിൽ നിങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്നുള്ള മനഃശാന്തിയും മൂസായുടെയും ഹാറൂൻ്റെയും കുടുംബങ്ങൾ വിട്ടേച്ചു പോയ അവശിഷ്ടങ്ങളുമുണ്ട്. മലക്കുകൾ അത് വഹിച്ചു കൊണ്ടുവരുന്നതാണ്.
നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിസ്സംശയം നിങ്ങൾക്കതിൽ മഹത്തായ ദൃഷ്ടാന്തമുണ്ട്. അങ്ങനെ സൈന്യവുമായി പുറപ്പെട്ടപ്പോൾ ത്വാലൂത്ത് പറഞ്ഞു, അള്ളാഹു ഒരു നദി മുഖേന നിങ്ങളെ പരീക്ഷിക്കുന്നതാണ്. അപ്പോൾ ആര് അതിൽ നിന്ന് കുടിച്ചുവോ അവൻ എൻ്റെ കൂട്ടത്തിൽപ്പെട്ടവനല്ല. ആരത് രുചിച്ചു നോക്കാതിരുന്നുവോ അവൻ എൻ്റെ കൂട്ടത്തിൽപ്പെട്ടവനാകുന്നു. എന്നാൽ തൻ്റെ കൈകൊണ്ട് ഒരിക്കൽ മാത്രം കോരിയവൻ ഇതിൽ നിന്ന് ഒഴിവാണ്. അവരിൽ നിന്ന് ചുരുക്കം പേരൊഴികെ അതിൽ നിന്ന് കുടിച്ചു. അങ്ങനെ അദ്ദേഹവും കൂടെയുള്ള വിശ്വാസികളും ആ നദി കടന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ജാലൂത്തിനെയും അഥവാ ഗോലിയാത്ത്, ജാലൂത്തിനെയും അവൻ്റെ സൈന്യങ്ങളെയും നേരിടാൻ മാത്രമുള്ള കഴിവ് ഇന്ന് നമുക്കില്ല. തങ്ങൾ അള്ളാഹുമായി കണ്ടുമുട്ടേണ്ടവരാണ് എന്ന വിചാരമുള്ളവർ പറഞ്ഞു, എത്ര ചെറിയ സംഘങ്ങളാണ് അള്ളാഹുവിൻ്റെ അനുമതിയോടെ വലിയ സംഘങ്ങളെ കീഴ്പ്പെടുത്തിയിട്ടുള്ളത്. അള്ളാഹു ക്ഷമിക്കുന്നവരുടെ കൂടെയാകുന്നു. അങ്ങനെ അവൻ ജാലൂത്തിനും സൈന്യങ്ങൾക്കുമെതിരെ പോരിനിറങ്ങിയപ്പോൾ അവൻ പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ നാഥ, ഞങ്ങളുടെ മേൽ നീ ക്ഷമ ചൊരിഞ്ഞു തരികയും ഞങ്ങളുടെ പാദങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തുകയും സത്യനിഷേധികളായ ജനങ്ങൾക്കെതിരിൽ ഞങ്ങളെ നീ സഹായിക്കുകയും ചെയ്യണമേ. 250 വചനം. 1 മണിക്കൂറിലധികമായി. 1 മണിക്കൂർ 10 മിനിറ്റിലും 1 മണിക്കൂറും 10 മിനിറ്റിലും അധികമായി. ഏതായാലും തുടർന്നുള്ള ഭാഗങ്ങൾ ഇനി വരുന്ന വീഡിയോകളിൽ നമുക്ക് കേൾപ്പിക്കാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നാളെ, ഇന്ന് അള്ളാഹുവിനോട് പറഞ്ഞ പോലെ നാളെ മുസ്ലിമീങ്ങളോടാണ് പറയാനുള്ളത്. എന്നെ കണ്ട എൻ്റെ ചുറ്റുമുള്ള മുസ്ലിമീങ്ങളോട്, ചുറ്റുമുണ്ടായിരുന്ന മുസ്ലിങ്ങളോട്. ഏതായാലും ഇന്നിവിടെ നിർത്താം.